بسم الله الرحمن الرحيم ومن الناس والدواب والأنعام مختلف ألوانه كذلك إنما يخشى الله من عباده العلماء إن الله عزيز غفور. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ സയ്യിദ് അസ്ലം ജിഫ്രി തങ്ങളവറുകൾ, മറ്റ് സാദാത്തുക്കൾ, ആലിമീങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തും മറ്റ് പല സ്ഥലങ്ങളിലും ഇൽമിൻ്റെ പ്രകാശം ചൊരിച്ചും മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിയും ഞങ്ങളെപ്പോലുള്ള ധാരാളം മുതഅല്ലിമീങ്ങളെ വളർത്തിയെടുക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുനാ പുല്ലൂക്കർ ഉസ്താദ് അവറുകൾ, മഹാനവറുകളെ അനുസ്മരിക്കുന്ന ഒരു ബർക്കത്തുള്ള വേദിയാണ് നമ്മുടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് അറിവ് ഉള്ള കുറെ ആളുകൾ ആ അറിവ് മറ്റുള്ളവർക്ക് അവർ എത്തിച്ചു കൊടുക്കുക, അറിവുള്ളവർ പറയുന്നത് അറിവില്ലാത്തവർ സ്വീകരിക്കുക, അങ്ങനെ എല്ലാവർക്കും വലിയ ഭാരം ഇല്ലാതെ ജീവിക്കാൻ സംവിധാനം ഏർപ്പെടുത്തുക. ഞാൻ പറഞ്ഞതിനർത്ഥം എല്ലാവരും പഠിക്കണം, പണ്ഡിതനാകണം എന്ന് പറഞ്ഞാൽ ഇവിടെ ലോകം നടക്കുകയില്ല. എല്ലാവരും പഠനത്തിൽ നിന്ന് മാറി നിന്ന് മറ്റെന്തെങ്കിലും ജോലിയെടുക്കുന്നവരും ബിസിനസ് നടത്തുന്നവരും ആയാൽ ഇവിടെ അറിവ് എന്നത് ഉണ്ടാവുകയില്ല. അതിനാൽ ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ ത്വായിഫ, ഒരു വിഭാഗം ഇൽമു പഠിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഇരിക്കുകയും ലിയതഫഖഹു ഫിദ്ദീൻ, അവർ മറ്റുള്ളവർക്ക് വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം, മറ്റുള്ളവർക്ക് പഠിച്ചിട്ടുള്ളവർ എത്തിച്ചു കൊടുക്കുക, അവർ പറയുന്നത് സ്വീകരിച്ച് മറ്റുള്ളവർ ജീവിക്കുക. ഇങ്ങനെ ഒരു സംവിധാനമാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്.
അതിൽ ഏറ്റവും വിവരമുള്ള വ്യക്തിയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ വിവരം വളരെ വിശാലമാണ്, ഏറ്റവും വിശാലമാണ്. അത്രത്തോളം അറിവുള്ള ആരെയും അള്ളാഹു ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല, ഇനി സൃഷ്ടിക്കാൻ പോകുന്നും ഇല്ല. നമുക്കറിയാം, ഈ ഭൂമിയിലുള്ള വിഷയങ്ങൾ മാത്രമല്ല, ഉപരിമണ്ഡലത്തിൽ ആകാശങ്ങളിലും അതിനപ്പുറത്തും നടക്കുന്ന മുഴുവൻ വിഷയങ്ങളും നേരിൽ പോയി കാണാൻ വരെ അവസരം ലഭിച്ചിട്ടുള്ള എല്ലാ വിഷയത്തിലും ഏറ്റവും വിവരമുള്ള വ്യക്തിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന നന്മകൾ ലഭിച്ചിട്ടുള്ള വ്യക്തികളാണ് മുഴുവൻ സൃഷ്ടികളും. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വലോകത്തിനും അനുഗ്രഹമായി മാത്രം അള്ളാഹു നിയോഗിച്ചയച്ച വ്യക്തിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ഏത് കക്ഷികൾ ഏത് വിഷയത്തെ സംബന്ധിച്ച് പഠനം നടത്തുന്നുണ്ടോ അതിനെല്ലാം പ്രചോദനം നൽകിയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജീവിതം ഭൗതിക ലോകത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ മൺമറഞ്ഞു പോയ, ജീവിച്ച് വഫാത്തായി പോയ അമ്പിയാക്കൾ വരെ വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസു ഗർഫം മിനൽ ബഹരി ഔ റസ്ഫം മിനദ്ദിയമി. മുഴുവൻ അമ്പിയാക്കൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന തന്നെയാണ് സർവ്വ നന്മയും സർവ്വ അറിവും അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത്. വകുല്ലു ആയിന്നതർ റസൂലുൽ കിറാമു ബിഹാ فإنما اتصلت من نوره بهم. എന്തെല്ലാം പ്രകാശങ്ങൾ, ഏതെല്ലാം വെളിച്ചങ്ങൾ, ഏതെല്ലാം വിഷയങ്ങളിൽ ഏത് നബിമാർക്ക് ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അല്ലാഹു നൽകിയതാണ്. സർവ്വലോകത്തിനും അനുഗ്രഹമായതുകൊണ്ട് തന്നെ സർവ്വലോകത്തെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടതും അവിടുത്തെ ഒളിവാണ്, അവിടുത്തെ പ്രകാശമാണ്. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. നമ്മൾ മങ്കൂസ് മൗലിദ് ഓതുന്ന സമയത്ത് ആദ്യം തന്നെ പറയുന്ന വാചകങ്ങളാണത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെ സർവ്വ സൃഷ്ടികൾക്കും മുമ്പ് അല്ലാഹു തആല പടച്ചു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഓ നബിയേ, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നിസ്കാരവും അതുപോലെ എൻ്റെ ഹജ്ജും എൻ്റെ ഉംറയും എൻ്റെ മറ്റ് എന്തെല്ലാം ഇബാദത്തുകളുണ്ടോ മുഴുവനും, എൻ്റെ ജീവിതവും മരണവും എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹുവിനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ ആവശ്യപ്പെട്ടു. ഫബിദാലിക ഉമിർതു അന അവ്വലുൽ മുസ്ലിമീൻ. എന്നോട് കൽപ്പിക്കപ്പെട്ടത് അതാണ്. അല്ലാഹുവിൻ്റെ മഹത്വം അംഗീകരിക്കാനും അവന് മുഴുവനും സമർപ്പിക്കാനുമാണ്. ഞാൻ അല്ലാഹുവിന് വഴിപ്പെടുന്ന ജനങ്ങളിൽ ഒന്നാമത്തെ വ്യക്തിയാണ്.
ഒന്നാമത്തെ വ്യക്തിയാണ് എന്ന് അറിയിക്കുന്ന ഈ ആയത്ത് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചുകൊണ്ട് അവിടുത്തെ തഫ്സീറിൽ ചോദിച്ചു, ഒന്നാമത്തെ വ്യക്തിയാകുന്നത് എങ്ങനെയാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെ, മൂസാ നബി അലൈഹിസ്സലാമിനെ പോലെ അങ്ങനെ എത്രയോ അമ്പിയാക്കൾ അല്ലാഹുവിന് വഴിപ്പെടുന്നവർ മുൻകാലത്ത് കഴിഞ്ഞു പോയിട്ടില്ലേ? പിന്നെ ഒന്നാമത്തെ വ്യക്തിയാകുന്നത് എങ്ങനെയാണ്? അതിന്റെ മറുപടി ഇമാം ഖുർത്തുബി തങ്ങൾ തന്നെ ഈ ആയത്തിന്റെ തഫ്സീറിൽ വിശദീകരിച്ചു. ലിഅന്നഹു അവ്വലുൽ അംബിയാഇ ഖൽഖൻ വആഖിറുഹും ബഅസാ. ആദ്യമായി പടക്കപ്പെട്ട വ്യക്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവസാനം നിയോഗിക്കപ്പെട്ട നബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സർവ്വലോകത്തെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തെ റബ്ബ് സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ഒളിവ് അന്ന് ആദ്യം തന്നെ പടക്കപ്പെട്ടത് സർവ്വ സൃഷ്ടികൾക്കും അനുഗ്രഹമാകാനാണ്. അതാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഏത് കാലത്ത് ഏത് സൃഷ്ടികൾ എവിടെ ഉണ്ടായോ ഉണ്ടാകുന്നുണ്ടോ എല്ലാറ്റിനും അനുഗ്രഹമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഇമാം ബുസ്രി തങ്ങൾ പറഞ്ഞത്, എന്ത് വിവരം കഴിഞ്ഞു പോയ അമ്പിയാക്കൾക്കുണ്ടോ, ഏത് മുഅ്ജിസത്ത് അവരിൽ നിന്ന് പ്രകടമായിട്ടുണ്ടോ, വകുല്ലു ആയിന്നത്തർ റസൂലുൽ കിറാമു ബിഹാ ഫഇന്നമ തസല്ലത് മിൻ നൂരിഹി ബിഹിമി. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം മുഖേന ലഭിച്ചിട്ടുള്ളതാണ്. അപ്പൊ സർവ അനുഗ്രഹത്തിന്റെയും നിമിത്തമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ വിജ്ഞാനത്തിന്റെയും ഉറവിടമാണ്. അതിനു മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കൾക്കും അല്ലാഹു തആല ലോകത്ത് പല ശാസ്ത്രജ്ഞന്മാർക്കും നൽകാത്ത അറിവുകൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കദാലിക നുരീ ഇബ്രാഹിമ മലകൂത സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മുഖ്നിൻ. ആകാശഭൂമികളുടെ സാമ്രാജ്യങ്ങൾ മുഴുവനും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹ് കാണിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ അമ്പിയാക്കൾക്കും അല്ലാഹു തആല വലിയ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വിവരങ്ങൾ നൽകപ്പെട്ട അമ്പിയാക്കൾ ഈ അമ്പിയാക്കളുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും പ്രതിനിധികളായി പിൽക്കാലത്ത് പറയപ്പെടുന്ന കക്ഷികൾ ആരാണ്? അവർക്കാണ് ആലിമീങ്ങൾ എന്ന് പറയുന്നത്, അവർക്കാണ് പണ്ഡിതന്മാരെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉലമാഉ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ, ബനൂ ഇസ്രായേലിലെ അമ്പിയാക്കളെ പോലെയാണ് എൻ്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ. അൽ ഉലമാഉ വറസത്തുൽ അംബിയാഇ, ആലിമീങ്ങൾ പണ്ഡിതന്മാർ അവർ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്, അനന്തരക്കാരാണ്. ഇബാദത്തെടുക്കുന്ന ഒരു നല്ല മനുഷ്യൻ, പക്ഷേ അദ്ദേഹം പണ്ഡിതനല്ല. ആ വ്യക്തിയേക്കാൾ അല്ലാഹു കൽപ്പിച്ചതൊക്കെ എടുക്കുന്ന പടച്ചവനെ ഭയപ്പെടുന്ന ഒരു പണ്ഡിതന്റെ ബഹുമാനം കഫളി അലാ അദ്നാകും, നിങ്ങളിൽ ഏറ്റവും ചെറിയവനേക്കാൾ എനിക്കെത്ര ബഹുമാനമുണ്ടോ ആ നിലക്കുള്ള ബഹുമാനമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ നിലക്ക് അമ്പിയാക്കളുമായി ബന്ധപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിഭാഗമാണ് ആലിമീങ്ങൾ. അവരുടെ പവർ വലുതാണ്. ഖുർആൻ പറഞ്ഞു, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമാണോ? ചോദിക്കൂ നബിയേ. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിനെ ശരിക്കും ഭയപ്പെടുന്നവർ ശരിയായ ആലിമീങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്താണ് ആലിമീങ്ങളെ ബഹുമാനം പറഞ്ഞത്.
ഇൽമിന്റെ ബഹുമാനം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഖുർആൻ അത്വീഉല്ലാഹ വ അത്വീഉർ റസൂല വ ഉലിൽ അംരി മിൻകും, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം, നിങ്ങളിലുള്ള മതപണ്ഡിതന്മാരെ നിങ്ങൾ അനുസരിക്കണം. പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശമാണ്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂന ബിൽ ബയ്യിനാതി വസ്സുബുർ. തെളിവുകൾ എന്താണ്, ഗ്രന്ഥങ്ങളിലുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിയുന്ന പണ്ഡിതന്മാരോട് ചോദിച്ചത് നിങ്ങൾ ഗ്രഹിക്കണം, നിങ്ങൾ സ്വീകരിക്കണം. പരിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്താണ് പണ്ഡിതന്മാരെ അവലംബിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇദാ ജാഅഹും അംറും മിനൽ അംനി അബിൽ ഖൗഫി അദാഉ ബിഹി വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്ക് അത് പ്രചരിപ്പിക്കാനോ പറയാനോ തുനിയുന്നത് ശരിയല്ല. മറിച്ച് അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു, അതേ പണ്ഡിതന്മാരെന്ത് പറഞ്ഞു എന്ന് നോക്കാതെ ഒരു വിഷയത്തെക്കുറിച്ചും പറയാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പണ്ഡിതന്മാരുടെ ബഹുമാനം പറയുന്നു, പണ്ഡിതന്മാരെ അവലംബിക്കണമെന്ന് പറയുന്നു. ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് ഉലമാഇന്റെ ബഹുമാനം പറയുന്നു. പണ്ഡിതന്മാർ ഒരിക്കലും ഒരു സമൂഹത്തിനും അവഗണിക്കാൻ പറ്റാത്ത ഏറ്റവും പ്രസക്തിയുള്ള വ്യക്തികളാണ് പണ്ഡിതന്മാർ. അതിനാൽ ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയുന്നു, എൻ്റെ രക്ഷിതാക്കളോട് പറയുന്നു, നമ്മുടെ മക്കളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിയും നന്മയും നൽകിയ മക്കളെ പണ്ഡിതന്മാരാക്കാൻ വേണ്ടി ശ്രമിക്കണം, പണ്ഡിതന്മാരാക്കാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾ നോക്കൂ, മഹാനായ പുല്ലൂക്കര ഉസ്താദ് അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ, അതുപോലെയുള്ള ആലിമീങ്ങൾ, ആ ആലിമീങ്ങളെ ലോകം സ്മരിക്കുന്നു. അവരുടെ പേരിൽ എത്രയോ ആളുകൾ ഫാത്തിഹ ഓതുന്നു, അവർക്ക് ഖബറിൽ കൂടുതൽ നന്മ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്ര ആളുകൾ ആലിമീങ്ങളെ എല്ലാവരും അനുസ്മരിക്കും. ഓക്കെ ഉസ്താദിനെ അനുസ്മരിക്കുന്നു, ഇ കെ ഉസ്താദിനെ അനുസ്മരിക്കുന്നു, കന്യത്ത് ഉസ്താദിനെ അനുസ്മരിക്കുന്നു, ആലിമീങ്ങളെ ബഹുമാനിക്കുന്നു, ആലിമീങ്ങളെ അനുസ്മരിക്കുന്നു. കാരണം ആലിമീങ്ങൾ അവർ അനുസ്മരിക്കപ്പെടേണ്ടവരാ. അവർ ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ ദീനിന്റെ വെളിച്ചം സമൂഹത്തിന് ലഭിക്കില്ലായിരുന്നു. ദീനിന്റെ വെളിച്ചം ലഭിച്ചിട്ടില്ലെങ്കിൽ അവൻ ഇരുട്ടില, സമൂഹം ഇരുട്ടില. ആ ഇരുട്ടിൽ അവൻ തപ്പിത്തടഞ്ഞു വീഴുന്നത് നരകമാകുന്ന കുണ്ടിലേക്കാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഉലമാഇന്റെ ബഹുമാനം അത് വളരെ വലുതാ. ആലിമീങ്ങളാണ് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നവർ. അല്ലാഹു തആല ഇൽമു കൊടുത്ത് ബഹുമാനിച്ച ആദം നബി അലൈഹിസ്സലാമിനെ, ആദം നബി അലൈഹിസ്സലാം ഒരു തെറ്റും ചെയ്തതിന്റെ പേരിലല്ല, ആദം നബി അലൈഹിസ്സലാമിനെ നിസ്സാരപ്പെടുത്തി സംസാരിച്ചു ഇബ്ലീസ്. അവന്റെ വലിയ പാണ്ഡിത്യം ഒരു ഉപകാരത്തിനും ഇല്ലാതെ അവൻ ഈമാൻ തെറ്റി, അവൻ അവിശ്വാസികളിൽ പെട്ടുപോയി, വിവരം ഫലം ചെയ്തില്ല. ബൽഅം ഇബ്നു ബഅൂറ പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു പണ്ഡിതനാണ്. നമുക്കറിയാം കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ എതിർക്കാൻ വേണ്ടി വരുന്ന കക്ഷികൾ അവർക്കനുകൂലമായി പ്രാർത്ഥിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ദുആക്ക് ഉത്തരം ലഭിക്കുന്ന വലിയ പണ്ഡിതനായ, അതേ ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് പടച്ചവന്റെ റിക്കാർഡ് നോക്കി വായിക്കുന്ന വ്യക്തി, അല്ലാഹു തആല ലോകത്ത് നടക്കുന്ന മുഴുവൻ വിഷയങ്ങളും ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ലൗഹുൽ മഹ്ഫൂദ് നോക്കി വായിക്കുന്ന ചില മഹാന്മാരുണ്ട്. അതാണ് എൻ്റെ കണ്ണെപ്പോഴും ലൗഹില്ലാതെന്നവർ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അവർക്ക് ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് നടക്കാൻ പോകുന്ന വിഷയങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഇവിടെ വന്ന മനുഷ്യന്റെ ഹൃദയത്തിലുള്ള വിഷയങ്ങൾ, അതൊക്കെ പറയാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ ഖൽബകം എന്നവർ.
അമ്പിയാക്കളുടെ അനന്തരക്കാരാണല്ലോ അത്തരത്തിലുള്ള ആലിമീങ്ങൾ. അറിയാമല്ലോ നമുക്ക്, മഹാനായ വാസിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് വരുന്നു. എന്തിനാണ് വരുന്നത്? ഒരു സംശയം ചോദിക്കാനാണ്. എന്താണ് സംശയം? ഏത് വിഷയമാണ് പുണ്യം, ഏതാണ് തെറ്റായ കാര്യം? അതിനൊരു പൊതു തത്വത്തിലൂടെ അതൊന്നറിയണം. അത് വളരെ സംക്ഷിപ്തമായി പറയാൻ കഴിവുള്ള വ്യക്തിയാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംശയം ചോദിക്കാൻ വേണ്ടി വാസിബ് റളിയല്ലാഹു അൻഹു സമീപത്തേക്ക് വന്നപ്പോ സംശയം ചോദിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നു, യാ വാസിബ, ഓ വാസിബ, തസ്അലു അനിൽ ബിർരി വൽ ഇസ്മി, ഏതാണ് പുണ്യം ഏതാണ് തെറ്റ്, അത് ചോദിക്കാൻ വന്നതല്ലേ നീ? നിന്റെ മനസ്സിലുള്ള ചോദ്യം അതല്ലേ വാസിബ? മഹാനായ വാസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നഅം നബിയെ, അത് ചോദിക്കാൻ തന്നെയാണ് ഞാൻ വന്നത്. അപ്പോൾ പറഞ്ഞു കൊടുത്തു, അൽ ബിർറു മത്മഅന്നതി ഇലൈഹി നഫ്സു, അതേ പുണ്യമായ കാര്യം എന്ന് പറയുന്നത് നിന്റെ മനസ്സിന് സമാധാനമുള്ള കാര്യമാണ്, മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. നിനക്കതിൻ്റെ പേരിൽ ആശങ്കയോ ആശയക്കുഴപ്പമോ മനസ്സിന് തോന്നുന്നില്ല. മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യമാണ്, അത് പുണ്യമാണ്. തെറ്റായ കാര്യം എന്ന് പറയുന്നത് നിന്റെ മനസ്സിൽ ചൊറിയുണ്ടാക്കുന്ന കാര്യമാണ്, നിന്റെ മനസ്സിൽ മനസാക്ഷിക്കുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് വാസിബ, നിന്റെ മനസ്സിനോട് നീ ചോദിക്കണേ, ഇത് ശരിയുണ്ടോ ശരിയില്ലേ എന്ന്. നിനക്ക് ഫത്വ തരാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും, അത് പണ്ഡിതന്മാരായും അല്ലാത്തവരുമായും നിനക്ക് പലതും പറഞ്ഞു തരാൻ ആളുണ്ടാകും. പക്ഷേ നിന്റെ മനസ്സിനോട് നീ ചോദിക്കണം, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, അദ്ദേഹം പറഞ്ഞത് ശരിയാണോ എന്ന് നിന്റെ മനസ്സിനോട് നീ ചോദിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു തത്വമാണ്. അപ്പൊ വാസിബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുള്ളത് കണ്ടറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞു. ഇതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ അനന്തരക്കാരായ ചില ആലിമീങ്ങൾ അവർക്ക് മനസ്സിലുള്ളത് നോക്കി വായിക്കാനും സാധിക്കും. അതിൽപ്പെട്ട ഒരാളായിരുന്നു ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. ഇതുപോലെ ലൗഹുൽ മഹ്ഫൂദിലുള്ളത് നോക്കി വായിക്കാൻ കഴിയുന്ന ചില പണ്ഡിതന്മാർ. അക്കൂട്ടത്തിൽ ഒരു പണ്ഡിതനായിരുന്നു ബൽഅമൂൻ ബഅൂറാ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ. പക്ഷേ പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞു, മസലുഹു കമസലിൽ കൽബി, ആ പണ്ഡിതന്റെ ഉപമ ഒരു നായയെ പോലെയാണ്. ആ പണ്ഡിതന്റെ ഉപമ ഒരു നായയെ പോലെയാണ്. ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുകുഹു യൽഹസ്, ذلك مثل القوم الذين كذبوا بآياتنا. നമ്മുടെ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും നേരാക്കുന്നതിന് പകരം കളവാക്കുന്ന കക്ഷികളുടെ ഉപമ അങ്ങനെയാണ്. നായയെ നമുക്കറിയാം, നായയുടെ സ്വഭാവം എന്താണ്? അനാവശ്യമായി കുരച്ചുകൊണ്ടേയിരിക്കും നായ, അല്ലേ? തൊട്ടാലോ തൊട്ടവന്റെ ശരീരം നജസാകും, വസ്ത്രം നജസാകും. സാധാരണ ഒരു വെള്ളം കൊണ്ട് കഴുകിയാൽ പോലും വൃത്തിയാകൂല, മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകേണ്ടി വരും. ആ നായയുടെ സ്വഭാവം മറ്റൊന്ന് എന്താണ്? നായ അതിനറുത്തിട്ട് പൊരിച്ചു കൊടുത്താൽ അത് തിന്നും, ചത്തിട്ട് അതാ നാറുന്നത് കിട്ടിയാൽ അതും തിന്നും. ഹലാലും ഹറാമും തമ്മിൽ വേർതിരിവില്ല. ഇതേപോലെ തന്നെ നായയെ നമുക്കറിയാം. നായ സുബ്ഹിന്റെ സമയത്ത് കിടന്നുറങ്ങും, രാത്രിയിൽ ധാരാളം ഉറക്കമൊഴിക്കും. സുബ്ഹി ഖളാക്കി കിടന്നുറങ്ങുന്ന മട്ടിൽ കിടന്നുറങ്ങും. അതേ സമയത്ത് ആടുകൾ അങ്ങനെയല്ല. ആടുകൾ രാത്രി നേരത്തെ കിടന്നുറങ്ങും, സുബ്ഹിന്റെ സമയത്ത് എഴുന്നേൽക്കും. അതിനാൽ നായക്ക് വലിയ ബറക്കത്തില്ല, ആട്ടിന് വലിയ ബറക്കത്താണ്.
ആട്ടിന് വലിയ ബറക്കത്താണ്. എത്ര ലക്ഷക്കണക്കിന് ആടുകളെ ഒരു ദിവസം അറുത്തുപോകുന്നു. പക്ഷേ ആടുകൾക്കൊരു കുറവുമില്ല. ഒരൊറ്റ നായയെയും ഒരറവുശാലയിലും അറുക്കുന്നില്ല. പക്ഷേ അതിനെ വളരെ കുറച്ചേ കാണുന്നുള്ളൂ. പ്രസവിക്കാഞ്ഞിട്ടല്ല, ഒരു നായ ഒരൊറ്റ പ്രസവത്തിൽ ഡസൻ കണക്കിന് പ്രസവിക്കും. പക്ഷേ ആടത്രയൊന്നും പ്രസവിക്കപ്പെടുന്നില്ല. ബറക്കത്തില്ല, സുബഹിക്കെഴുന്നേൽക്കുന്നില്ല. ആ നായയുടെ നാവ് താഴ്ത്തിയിട്ടിരിക്കുന്നു. അത് മനുഷ്യനെ കണ്ടാലും കണ്ടില്ലെങ്കിലും നാവ് താഴ്ത്തിയിട്ടിരിക്കുന്നു. അതേ, ഈ നായയെ പോലെയാണെന്ന് പറഞ്ഞു ഒരു പണ്ഡിതനെ കുറിച്ച്. ആ പണ്ഡിതനാണ് ബൽഅം ഇബ്നു ബഅൂറ. ആ ദുആ കിതാബത്തുള്ള വലിയ പണ്ഡിതൻ. ആ പണ്ഡിതനെ എന്തുകൊണ്ട് നമ്മൾ അതപ്പതിപ്പിച്ചു? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു അദ്ദേഹം ദുനിയാവിനെ സ്നേഹിച്ചു. അവൻ ദുനിയാവിനെ സ്നേഹിച്ചു. വലാകിന്നഹു അഖ്ലദ ഇലൽ അർളി വത്തബഅ ഹവാ. ദുനിയാവിലേക്ക് അവന്റെ മനസ്സ് തിരിച്ചു. എന്നിട്ട് തടീച്ചയെ വഴിപ്പെട്ടു. അല്ല എന്ത് പറഞ്ഞു എന്ന് നോക്കിയില്ല. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണമല്ലോ എന്നത് മനസ്സിലുണ്ടായിട്ട് പോലും ദുനിയാവിന്റെ കാര്യലാഭത്തിന് വേണ്ടി മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ അവന്റെ നാവനക്കി. അവൻ പ്രാർത്ഥന നടത്തി. അതിന്റെ പേരിൽ ആ മനുഷ്യനെ അല്ലാഹ് അതപ്പതിപ്പിച്ചിട്ട് നായയെ പോലെ തരം താഴ്ത്തിയെന്ന് ഖുർആൻ. ഇതുപോലെ ധാരാളം സംഭവങ്ങളുണ്ട്. ഖാറൂൻ മുതലാളി, അവൻ വലിയ പണ്ഡിതനായിരുന്നു. അതെ, അവന് കൊടുത്ത വിവരം വലിയ പാണ്ഡിത്യം, വലിയ വിവരമായിരുന്നു. ആ പണ്ഡിതനായ പണക്കാരനായ ഖാറൂൻ, അതെ, അവന്റെ ദുനിയാവിന്റെ വലിയ സ്ഥാനവും മാനവുമായി ജീവിക്കുമ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കുകൾ, സത്യത്തിലേക്കുള്ള ക്ഷണങ്ങൾ അവൻ ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ പേരിൽ അവന്റെ പണം ചെലവഴിച്ച് മൂസാ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ വ്യഭിചാരാരോപണം വരെ പറയാൻ അവൻ ചില കക്ഷികളെ സന്നദ്ധരാക്കി, ചട്ടം കെട്ടി ഉണ്ടാക്കി. ആ ഖാറൂൻ മുതലാളിയെ അല്ലാഹു തആല പറഞ്ഞു ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള. അവനെയും അവൻ താമസിക്കുന്ന വീടും നമ്മൾ അങ്ങനെ തന്നെ ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. നബിയേ, അവന്റെ ധാരണ ഞാൻ വലിയ പണ്ഡിതനാണെന്ന ധാരണയായിരുന്നു. ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. നീ അഹങ്കരിക്കരുതേ ഖാറൂനെ, നീ അല്ലാഹ് തന്ന നിഅമത്തിന് നന്ദി ചെയ്യണേ എന്ന് ജനങ്ങൾ പറയുമ്പോ അവന്റെ മറുപടി ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീ. എന്റെ കൈവശത്തിലുള്ള അറിവ് കൊണ്ടാണ് എനിക്കിതൊക്കെ കിട്ടിയതെന്ന് അവൻ അഹങ്കാരം പറഞ്ഞു. അവനെ അല്ലാഹു തആല ഭൂമിയിലേക്ക് പിടിച്ചു താഴ്ത്തിക്കളഞ്ഞു. ഓ സഹോദരന്മാരെ, അവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് അറിയാം എത്രയോ കക്ഷികൾ ഇൽമിന്റെ മഹത്വം അതാ ഉൾക്കൊള്ളാതെ, ഇൽമ് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാതെ, അതേ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യവും മുസ്ലിം ഉമ്മത്തിന്റെ യോജിപ്പും മുസ്ലിം ഉമ്മത്തിന്റെ പരസ്പര സ്നേഹവും മുസ്ലിം ഉമ്മത്തിന്റെ പുരോഗതിയും മുസ്ലിം ഉമ്മത്തിന്റെ നന്മയും മറ്റ് ജനങ്ങളോടുള്ള സൗഹാർദ്ദവും സഹകരണവും രാജ്യത്തിന്റെ നന്മയും ആഗ്രഹിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും ജീവിക്കുന്നതിന് പകരം മുസ്ലിം ഉമ്മത്ത് ഭിന്നിക്കണം, മുസ്ലിം ഉമ്മത്ത് തമ്മിലടിക്കണം, മുസ്ലിം ഉമ്മത്തിനിടയിൽ എന്നും പ്രശ്നം നിലനിൽക്കണം. ഈ രൂപത്തിലുള്ള ചിന്തകളുമായി അല്ലാഹുവിന്റെ ദീനിന്റെ നന്മ ലക്ഷ്യം വെക്കാതെ സ്വന്തം കാര്യലാഭത്തിന് കേടുവരുമോ എന്ന ചിന്തയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഈ പണ്ഡിതന്മാരുടെ, ഉഖ്റവിയായ പണ്ഡിതന്മാരുടെ ഒരു നന്മയും അവർക്ക് അല്ലാഹുവിങ്കൽ ലഭിക്കുകയില്ല. മറിച്ച് അവർക്ക് റബ്ബിന്റെ അടുക്കൽ അതാ കടുത്ത ശിക്ഷയാണ് ലഭിക്കുക. ഈ കാര്യം നമ്മെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസുകൾ പഠിപ്പിച്ചു. എന്നാൽ ഉഖ്റവിയായ ആലിമീങ്ങൾക്ക് വലിയ പവറാണ്, ഉന്നത സ്ഥാനമാണ്. അതിന് ആഖിറം ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന, സംസാരിക്കുന്ന, ആഖിറം ചിന്തിച്ചുകൊണ്ട് നീങ്ങുന്ന പണ്ഡിതന്മാർക്കാണ് ആ പവർ.
ആ പവർ ലഭിച്ചവരിൽപ്പെട്ടവരാണ് സഹാബത്ത് മുഴുവനും, അയിമ്മത്ത് മുഴുവനും, സാലിഹീങ്ങൾ മുഴുവനും. അവർക്കൊരിക്കലും തന്നെ വേറെ ചിന്തകളില്ല. കേട്ടില്ലേ നിങ്ങൾ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് വെച്ച് ഒരു ചെറുപ്പക്കാരൻ വളുവെടുക്കുകയാണ്. ആ വളുവെടുക്കുന്നത് കണ്ടപ്പോ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ, നിന്റെ ഈ വുളു ഒന്നുകൂടി ശ്രദ്ധിച്ചെടുക്കേണ്ടതുണ്ട്. നീ ഇപ്പോൾ വളുവെടുത്തതുപോലെ വളുവെടുത്താൽ പോരാ, നിന്റെ വുളു അല്പം ശ്രദ്ധിച്ചെടുക്കേണ്ടതുണ്ട്. എന്താണ് കാരണം? വളുവെടുക്കുന്ന സമയത്ത് നനയേണ്ട സ്ഥലങ്ങൾ പൂർണ്ണമായി നനഞ്ഞതായി കാണുന്നില്ല. നനയേണ്ട സ്ഥലങ്ങൾ നനയണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വെച്ച് വളുവെടുത്തിരുന്ന സഹാബത്ത് അവരുടെ കാലിന്റെ മടമ്പ് വേണ്ടതുപോലെ നനഞ്ഞിട്ടില്ല. ആ നനയാത്തത് കണ്ടപ്പോ ഉറക്കെ വിളിച്ചു പറഞ്ഞു, വൈലുൽ ലിൽ അഖാബി മിനന്നാർ, വൈലുൽ ലിൽ അഖാബി മിനന്നാർ. നരകത്തിനാലുള്ള നാശം, നരകത്തിൽ നിന്നുള്ള നാശം ചില മടമ്പുകൾക്കാണ്. എന്തിനാണത് വിളിച്ചു പറഞ്ഞത്? മടമ്പ് വേണ്ടതുപോലെ നനയാതെ അവര് കയറിപ്പോയി നിസ്കരിച്ചാൽ അവരെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഉടനെ തന്നെ വിളിച്ചു പറഞ്ഞതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ സുഹൃത്തുക്കളെ, പറയേണ്ടത് അപ്പോൾ പറഞ്ഞിരിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുപോലെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വുളൂഎടുക്കുന്ന കണ്ടപ്പോൾ പറഞ്ഞു, അഹ്സിൻ വുളൂഅക അഹ്സനല്ലാഹു ഇലൈക ഫിദ്ദുനിയ വൽ ആഖിറ. മോനെ, നിന്റെ വുളു ഒന്ന് നന്നാക്കൂ, നിന്റെ വുളു ഒന്ന് നന്നാക്കി എടുക്കൂ മോനെ. എന്റെ ചെറുപ്പക്കാര് ശ്രദ്ധിക്കണം, വുളു എടുക്കുമ്പോ മുഖം കഴുകണം. മുഖം എന്ന് പറയുന്നത് സാധാരണയായി തലമുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലിന്റെ താഴെ അറ്റം വരെ നീളത്തിലും ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെ അകലത്തിലും മുഖമാണ്. ആ സ്ഥലം മുഴുവനും വെള്ളം ഒലിക്കണം. വെള്ളം കൊണ്ട് തടയാ പോരാ. തല തടകുമ്പോൾ തല തടയാ മതി, മറ്റുള്ള അവയവങ്ങൾക്ക് അത് പോരാ, ഒലിക്കണം. ചിലരെന്ത് ചെയ്യും, വെള്ളം ഇങ്ങനെ എടുത്തിട്ട് മുഖത്തിവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് തടയിക്കളി. ചിലപ്പോ തലയെക്കെട്ട് പോയി പോന്ന പേടിയായിരിക്കും, അല്ലെങ്കിൽ വേറെ ചിലപ്പോ മുടി ശരിയാക്കി വെച്ചത് പോയി പോന്ന പേടിയായിരിക്കും. അത് പോരാ, ഈ തലമുടി മുളക്കുന്ന സ്ഥലം മുതൽക്ക് താഴോട്ട് മുഴുവനും വെള്ളം ഒലിക്കണം. ഉളു എടുക്കുമ്പോൾ മേലെ നിന്ന് താഴോട്ടാണ് കഴുകൽ സുന്നത്ത്. ഒരു ചെറിയ ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതാ. ഇതുപോലെ സുജൂദ് ചെയ്യുമ്പോ നെറ്റി നിലത്ത് കുത്തണം. നല്ല ശൈലിയിൽ തലയെക്കെട്ട് കെട്ടി വെച്ച് പിന്നെ നോക്കുമ്പോൾ നെറ്റി നിലത്തൂത്തുന്നില്ല, തലയെക്കെട്ടുമ്പോഴാണ് സുജൂദ്. എല്ലാ മുതഅല്ലിമീങ്ങളും ശ്രദ്ധിക്കണം, വളരെയേറെ ശ്രദ്ധിക്കണം. ചിലര് മുടി നീട്ടി വെച്ച് മുടിന്റെ മേലാണ് സുജൂദ്, നിസ്കാരം പറ്റൂല. അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഞാൻ നീട്ടി പറയുന്നില്ല. ചിലർ സുജൂദ് ചെയ്യുമ്പോ കാലിന്റെ വിരലിന്റെ പള്ള വെക്കുന്നില്ല, വിരലിന്റെ അടിഭാഗം വെക്കുന്നില്ല, അപ്പൊ സുജൂദ് ശരിയാവൂല. അങ്ങനെ തുടങ്ങി എവിടെയും വുളുവും നിസ്കാരവും ഒക്കെ ശരിയാകണം. ശരിയാകുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എടുത്ത പണി കൊണ്ട് ഫലം ഉണ്ടാവില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനെ ഉപദേശിച്ചു, അഹ്സിൻ വുളുഅക, നിന്റെ വുളു നന്നാക്കണം മോനെ. അത് പറഞ്ഞിട്ട് നിർത്തിയില്ല, ഉടനെ തന്നെ പറഞ്ഞു, അഹ്സനല്ലാഹു ഇലൈക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നന്മ ചെയ്യട്ടെ. മഹാനായ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ഉപദേശിക്കുന്നതിന്റെ പുറമേ ഉപദേശം ലഭിക്കുന്ന കുട്ടിക്ക് വേണ്ടി, ചെറുപ്പക്കാരന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു കൊടുത്തു. ആ ചെറുപ്പക്കാരന് വല്ലാത്ത സന്തോഷം തോന്നി. ശാഫിഈ ഇമാം തങ്ങളോട് സന്തോഷം തോന്നി. പണ്ഡിതന്മാരെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ചിലർക്ക് തോന്നും ഞാനത് പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക് പിടിക്കുമോ എന്ന് തോന്നും. ഒരിക്കലുമില്ല. ഈമാനുള്ള ചെറുപ്പക്കാർ ഒരു പക്ഷേ അവരെ കാണുമ്പോൾ അവർ പരിഷ്കാരമുള്ള ഷർട്ട് ധരിച്ചവരാണെങ്കിലും അല്ലെങ്കിൽ പരിഷ്കരിച്ച പാന്റ് ധരിച്ചവരാണെങ്കിലും അവരുടെ മനസ്സിൽ ഈമാൻ ഉണ്ടെങ്കിൽ പണ്ഡിതന്മാരോട് ബഹുമാനമുണ്ടാകും. ആ പണ്ഡിതന്മാർ
സന്മനസ്സോടുകൂടി അവർ നന്നാകണമെന്നുദ്ദേശിച്ച് അവരെ ഉപദേശിച്ചാൽ പണ്ഡിതന്മാരോട് അവർക്ക് ബഹുമാനം വർദ്ധിക്കുകയല്ലാതെ അവര് പണ്ഡിതന്മാരെ പുച്ഛിക്കൂല. അത് ഏത് പണ്ഡിതനും അനുഭവിച്ചറിയാൻ കഴിയുന്നൊരു വിഷയമാണ്. ഇരിക്കട്ടെ, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് wudu വളരെ നന്നാക്കി എടുത്തിട്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് കണ്ട് സലാം പറയാൻ വേണ്ടി ഓടിച്ചെന്നു. ഷാഫി ഇമാം ആരാണെന്നറിയില്ല, ഈ പണ്ഡിതൻ ആരാണെന്നറിയില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഞാൻ ഇന്ന ആളാണെന്ന് അഡ്രസ് പറഞ്ഞിട്ടുമില്ല. ഈ ചെറുപ്പക്കാരൻ എന്നെ ഉപദേശിച്ചൊരു വ്യക്തി എന്ന നിലക്ക് ആ പണ്ഡിതന്റെ സമീപത്തേക്ക് ഓടിച്ചെന്നിട്ട് ഓടിച്ചെന്ന് സലാം പറയുകയാണ്. ഷാഫി ഇമാം തങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു, മോനെ, എന്നെ കൊണ്ട് നിനക്ക് വല്ല ആവശ്യവുമുണ്ടോ? അദ്ദേഹം ആ സമയത്ത് പറഞ്ഞു, ഫഅല്ലിംനി മിമ്മാ അല്ലമക്കല്ലാഹ്, അല്ലാഹു തആല നിങ്ങൾക്ക് തന്ന അറിവിൽ നിന്ന് എന്നെ നിങ്ങൾ പഠിപ്പിക്കണേ. ഈ പണ്ഡിതൻ ആരാണെന്ന് നോക്കിയിട്ടില്ല. ഈ പണ്ഡിതൻ എന്റെ മദ്ഹബ് സ്വീകരിച്ച ആളാണോ വേറെ മദ്ഹബ് സ്വീകരിച്ച ആളാണോ ഒന്നും നോക്കിയിട്ടില്ല. അതേ, ഇദ്ദേഹം ഒരു ഇൽമു പറയുന്ന വ്യക്തിയാണ്. അതിന്റെ പേരിൽ പറയുകയാണ്, എനിക്ക് നിങ്ങൾ പഠിച്ച ഇൽമ എനിക്ക് പറഞ്ഞു തരണേ. ഉടനെ തന്നെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഅലം അന്ന മൻ അറഫല്ലാഹ നജാ. മോനെ, നീ മനസ്സിലാക്കി വെക്കൂ, അല്ലാഹുവിനെ ഒരു മനുഷ്യൻ അറിഞ്ഞാൽ നജാ, അവൻ വിജയിച്ചു പോയി. അല്ലാഹുവിനെ കുറിച്ച് അറിയേണ്ടതുപോലെ അറിയണം. എന്റെ രഹസ്യം അവൻ അറിയാം, എന്റെ പരസ്യം അവൻ അറിയാം, എന്റെ ജീവിതം അവൻ അറിയാം, എന്റെ മനസ്സിലുള്ള വികാരങ്ങൾ അറിയാം. എല്ലാം മനുഷ്യന്റെ മനസ്സിൽ ഓർമ്മ വേണം. നടന്നു പോകുമ്പോ എന്റെ റബ്ബ് ഞാനിപ്പോകുന്നത് കാണുന്നുണ്ട്, ഹറാമിലേക്ക് നടന്നുകൂടാ. ഇരിക്കുമ്പോൾ ഞാൻ ഈ ഇരിക്കുന്നത് റബ്ബ് കാണുന്നുണ്ട്, ഇരിക്കാൻ പറ്റാത്ത സ്ഥലത്തിരുന്നുകൂടാ. നോക്കുമ്പോൾ ഈ കണ്ടു തന്ന റബ്ബ് അതറിയുന്നുണ്ട്. നോക്കാൻ പറ്റാത്തത് നോക്കിക്കൂടാ, കേൾക്കാൻ പറ്റാത്തത് കേട്ടുകൂടാ, ചിന്തിക്കാൻ പറ്റാത്തത് ചിന്തിച്ചുകൂടാ, സഹകരിക്കാൻ പറ്റാത്തതിൽ സഹകരിച്ചുകൂടാ, സഹകരിക്കേണ്ടതിൽ നിന്ന് മാറി നിന്നുകൂടാ. എന്റെ റബ്ബെനിക്ക് നാവ് തന്നത് അവനെ ഓർത്ത് സംസാരിക്കാനാണ്, അവന്റെ പേരുച്ചരിക്കാനാണ്, അവന്റെ ഹബീബിന്റെ പേര് സ്വലാത്ത് ചൊല്ലാനാണ്. എനിക്കെന്റെ റബ്ബ് നാവ് തന്ന് ഖുർആൻ ഓതാനാണ്, എന്റെ ജീവിതത്തിന്റെ ആവശ്യത്തിന് വേണ്ടി സംസാരിക്കാനാണ്. മറ്റൊരാളെ ഗീബത്ത് പറയാൻ നാവ് തന്നിട്ടില്ല, കുറ്റം പറയാൻ നാവ് തന്നിട്ടില്ല, ഒരാളെ ചീത്ത പറയാൻ നാവ് തന്നിട്ടില്ല, തെറി പറയാൻ നാവ് തന്നിട്ടില്ല. എനിക്കല്ലാഹു സ്റ്റേജ് തന്നത് മറ്റൊരു പണ്ഡിതനെ ചീത്ത പറയാനല്ല, വേറെ ഒരു വിഭാഗത്തെ അവമതിക്കാനല്ല, പരിഹസിക്കാനല്ല, നിസ്സാരപ്പെടുത്താനല്ല. ഇങ്ങനെ ഓരോ രംഗത്തും മനുഷ്യന് ചിന്ത വേണം. ഞാൻ സമ്പാദിക്കുന്ന സമ്പാദ്യം എൻ്റെ ബാപ്പക്കും എൻ്റെ ഉമ്മക്കും എൻ്റെ ഭാര്യക്കും മക്കൾക്കും എൻ്റെ കുടുംബത്തിനും ഉപകരിക്കണം. 1,00,000 ഉറുപ്പിക ഇപ്പോൾ കട്ടെടുത്താൽ എനിക്ക് കിട്ടിയേക്കും. പക്ഷേ അതാ നാളെ തന്നെ ഒരു രോഗം വന്നിട്ടൊരു 10 ലക്ഷം എനിക്ക് മുതലാക്കാൻ എൻ്റെ റബ്ബിന് പ്രയാസമില്ല. കടം വാങ്ങിയിട്ട് കൊടുക്കാതിരുന്നാൽ അക്കടക്കാരന്റെ മുമ്പിൽ എൻ്റെ മുഴുവൻ നിസ്കാരവും നോമ്പും കൊടുത്താലും എനിക്ക് പടച്ചവന്റെ അടുക്കൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഇങ്ങനെ ഓരോ വിഷയത്തിലും റബ്ബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിന്തയിൽ അല്ലാഹുവിനെ അറിഞ്ഞവൻ അവൻ വിജയം കൈവരിച്ചു. വമൻ അസ്ഫഖ അലാ ദീനിഹി സലിമ മിനർ റദാബ്. അതുപോലെ അവന്റെ ദീന്, എന്റെ ദീന് നശിച്ചു പോകുമോ, എന്റെ ദീനിന് കേടുവരുമോ, എന്റെ ആത്മീയ നഷ്ടപ്പെട്ടു പോകുമോ, അക്കാര്യത്തിൽ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ എല്ലാ നിന്ദ്യതയിൽ നിന്നും താഴ്ന്നതിൽ നിന്നും രക്ഷപ്പെട്ടു പോയി. ومن زهد في الدنيا قرت عيناه بما يراه من ثواب الله غدا. ഷാഫി ഇമാം തങ്ങൾ ഇൽമു ചോദിച്ചപ്പോൾ ഇൽമു പറയുകയാണ്, വല്ലവനും ഈ ഭൗതിക ലോകത്ത് പടച്ച റബ്ബ് തന്നതൊക്കെ വലുതാണെന്ന് ചിന്തിച്ച്
എത്ര കിട്ടിയാലും കിട്ടിയത് എത്രയാണെങ്കിലും അത് വലുതാണ്. അല്ലാഹ് തന്നതൊക്കെ വലുതാണ്. ഇതും കിട്ടാത്ത പലരുമുണ്ട്. അതുകൊണ്ട് ഞാൻ നെട്ടോട്ടമോടേണ്ടതില്ല, ഹലാലല്ലാത്ത വഴി സ്വീകരിക്കേണ്ടതില്ല. കഴിയാത്ത വിധത്തിലുള്ള ഒരു വീടുണ്ടാക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള തറ കെട്ടിയിട്ട് പണം തുലച്ച് പിന്നീട് വീട് നിർമ്മിക്കാൻ കഴിയാത്തവനാകാൻ പാടില്ല. എനിക്ക് എന്റെ പവറിനപ്പുറം, എന്റെ കഴിവിനപ്പുറം വസ്ത്രം ധരിക്കാൻ പാടില്ല. എന്റെ കഴിവിനപ്പുറം ഞാനൊരു വലിയ സദ്യ ഒരുക്കി അതാ പവറെടുത്തിട്ട് കടത്തിൽ കുടുങ്ങാൻ പാടില്ല. അങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചാൽ അവന് പടച്ച റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം നാളെ കിട്ടുമ്പോ ഖറത്തെ ഐനാ, അവന്റെ കണ്ണ് കുളിർക്കുന്നതാണ്, സന്തോഷിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അഫലാ അസീദുക്, ഞാൻ കുറച്ചും കൂടി പറഞ്ഞു തരട്ടെ മോനെ എന്ന് ചോദിച്ചു. കാരണം സദസ്സിനും അടുത്തുകൊണ്ട് ഒരിക്കലും സംസാരിക്കാൻ പാടില്ല, സദസ്സിനും അടുത്തുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല. ഖുർആനോത്ത് പോലും അതുപോലെ സംസാരം പോലും ഒന്നും പാടില്ല, സദസ്സിനെ മടുപ്പിക്കാൻ പാടില്ല. ഷാഫി ഇമാം കുറച്ചുകൂടി പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. ഖാല ബല, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അതെ. ഖാല മൻ കാനത് ഫീഹി തലാതു ഖിസാലിൻ, മോനെ 3 കാര്യം ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവൻ ഈമാൻ പൂർത്തീകരിച്ചു. ഏതാണ് ആ 3 കാര്യം? മൻ അമറ ബിൽ മഅറൂഫി വഅ്തമറ ബിഹി, നല്ല കാര്യം കൊണ്ടവൻ കൽപ്പിക്കുക, അക്കാര്യം അവന്റെ ജീവിതത്തിൽ അവൻ പകർത്തുക. നല്ലത് കൽപ്പിക്കുകയും അതേസമയത്ത് ജനങ്ങളോട് കൽപ്പിക്കുകയും അവന്റെ ജീവിതത്തിൽ എടുക്കാതെയുമല്ല. ഗീബത്ത് പറയരുതെന്നവൻ പറയുക, അവൻ ഗീബത്ത് പറയുക. കളവ് പറയരുത് എന്നവൻ പറയുക, എന്നിട്ടവൻ കളവ് പറയുക. ഈ രൂപത്തിലുള്ള പണ്ഡിതനായാലോ അല്ലാത്തവനായാലോ രക്ഷപ്പെടൂല. അത് യഹൂദി പണ്ഡിതന്മാരുടെ സ്വഭാവമാണ്. അവരുടെ സ്വഭാവം എന്താണ്? അതഅ്മുറൂന ബിൻ അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും അഫലാ തഅഖിലൂൻ. അല്ലാഹ് ചോദിച്ചു, യഹൂദി പണ്ഡിതന്മാരെ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ജനങ്ങളോട് നിങ്ങൾ നല്ലത് കൽപ്പിക്കുന്നു, വതൻസൗന അൻഫുസകും, നിങ്ങളെ സ്വന്തം ശരീരത്തെ നിങ്ങൾ മറന്നു കളയുന്നു. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ചിന്തയുള്ള പണ്ഡിതന്റെ സ്വഭാവം അദ്ദേഹം കൽപ്പിക്കുന്നത് ജീവിതത്തിൽ പകർത്തും. അങ്ങനെയാണ് ഒരു കാര്യം. വനഹാ അനിൽ മുങ്കരി വന്തഹാ അൻഹു, അവൻ തെറ്റായ കാര്യം വിരോധിക്കുന്നു, അവനാ തെറ്റ് ചെയ്യുന്നില്ല. വഹാഫദ അലാ ഹുദൂദില്ലാഹ്, അല്ലാഹു തആല ഓരോന്നിനും അതിരുവരമ്പുകൾ വെച്ചിട്ടുണ്ട്. ആ അതിരുവരമ്പുകൾ അവൻ ലംഘിക്കുന്നില്ല, അതിരുവരമ്പുകൾ ലംഘിക്കുന്നില്ല. ബാപ്പയെ ബാപ്പയായി കാണുന്നു, ഉമ്മയെ ഉമ്മയായി കാണുന്നു, മക്കളെ മക്കളായി കാണുന്നു. ആ മക്കളിൽ മക്കളോട് ആരോടും വിവേചനമില്ല. ബാപ്പയോ ഉപ്പാപ്പയോ ഉമ്മാമയോ അവൻ ഒരിക്കലും തന്നെ നിന്ദിക്കുന്നില്ല, നിസാരപ്പെടുത്തുന്നില്ലെന്ന് മാത്രമല്ല, അവൻ അവരോട് വലിയ ബഹുമാനം പ്രകടിപ്പിക്കുന്നു. പണ്ഡിതന്മാരെ അവൻ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നില്ല, നിസാരപ്പെടുത്തുന്നില്ല. ഉഖ്റവിയായ പണ്ഡിതന്മാരെ അവൻ ബഹുമാനിക്കുന്നു. സയ്യിദന്മാരെ തങ്ങന്മാരെ അവൻ നിസ്സാരപ്പെടുത്തുന്നില്ല. അത് നബിയുടെ കുടുംബമാണെന്ന നിലക്ക് ബഹുമാനിക്കുന്നു. അതേ അതേ സയ്യിദന്മാരെ ആദരിക്കുന്നു, പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നു, കുട്ടികളോട് കാരുണ്യം കാണിക്കുന്നു. അങ്ങനെ തുടങ്ങി അയൽവാസികൾക്ക് നന്മ ചെയ്യുന്നു, കുടുംബ ബന്ധം ചേർക്കുന്നു. ഓരോ സ്ഥലത്തും പടച്ച റബ്ബ് വെച്ചൊരതിരും വരമ്പുമില്ലേ, ആ അതിരി വരമ്പുകൾ സൂക്ഷിച്ച് ജീവിക്കുന്നു. അതെ, അങ്ങനെ ഈ കാര്യങ്ങൾ 3 ഒരാൾ ചെയ്താൽ അവന്റെ ഈമാൻ പൂർത്തീകരിച്ചു. എന്നിട്ട് ശാഫി ഇമാമിന്റെ ചോദ്യം, അലാ വസീദുക, ഞാൻ കുറച്ചുകൂടി ഉപദേശം നൽകട്ടെ മോനെ? ഖാല ബല, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അതെ ഉസ്താദേ. ഖാല കുൻ ഫിദ്ദുനിയാ സാഹിദ, നീ ദുനിയാവിന്റെ പൂജകനാകരുത്, ദുനിയാവിനെ പരിത്യജിക്കുന്നവനാവുക. വഫിൽ ആഖിറത്തി റാഗിബാ, ആഖിറത്തിൽ പ്രതീക്ഷയുള്ളവനാവുക. കാരണം ഇവിടെ എത്ര സമ്പാദിച്ച മുതലാളിയും എത്ര വലിയ മാളിക പണിതവനും എത്ര വലിയ ബഹുമാനം കിട്ടിയ നേതാവും പണ്ഡിതനും
അതെല്ലാം വിട്ട് ഖബറിൽ ഒറ്റക്ക് പോയി കിടക്കണം. പിന്നെയോ ഏത് വിഷയത്തിലും അള്ളാഹു പറഞ്ഞത് നീ സത്യമാക്കി അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് പടച്ചവൻ എന്നെ രക്ഷപ്പെടുത്തുമെന്ന നിലക്ക് നീ ജീവിക്കണം. ഇതും പറഞ്ഞ് ശാഫി ഇമാം തങ്ങളങ്ങ് പോയി. ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു പലരോടും, ആരാണാ മഹാൻ, ആരാണാ മഹാൻ? അപ്പോൾ മറുപടി കിട്ടിയത് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആണെന്ന് മറുപടി കിട്ടി. സുഹൃത്തുക്കളെ, ഉഖ്റവിയായ ആലിമീങ്ങൾ അല്ലാഹു തആല അവിടുത്തെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ നമുക്ക് ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളിൽ ഉൾപ്പെടാൻ ഭാഗ്യം നൽകട്ടെ. ആലിമീങ്ങളാകാനൊന്നും നമ്മൾ യോഗ്യരായിട്ടില്ലല്ലോ. മുതഅല്ലിമീങ്ങൾ, ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളിൽ പെടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ലോകത്തുള്ള ജനങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കാൻ, ലോകത്തുള്ള ജനങ്ങൾ പരസ്പരം യോജിക്കാൻ, പരസ്പരം മനസ്സ് അടുക്കാൻ, പരസ്പരമുള്ള വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും ഒക്കെ കൈയൊഴിച്ച് അവരെല്ലാവരും പരസ്പരം കൈകൊടുക്കുന്നവരാകാൻ, അവരൊന്നായി ഒരുമിച്ച് കൂടുന്നവരാകാൻ, ഒന്നായി ആമീൻ പറയുന്നവരാകാൻ, ഒന്നായി നിസ്കരിക്കുന്നവരാകാൻ, ഒന്നായി പ്രവർത്തിക്കുന്നവരാകാൻ എൻ്റെ വാക്കുകൾ നിമിത്തമാകണം, എൻ്റെ പ്രവർത്തനങ്ങൾ നിമിത്തമാകണം. നേരെ മറിച്ച് മുസ്ലിം ഉമ്മത്ത് ഭിന്നിക്കാൻ കാരണമാകുന്ന, മുസ്ലിം ഉമ്മത്ത് തമ്മിലടിക്കാൻ കാരണമാകുന്ന, മുസ്ലിം ഉമ്മത്ത് തമ്മിലെന്നും ശണ്ടയും വഴക്കും വക്കാണവും മിണ്ടാതിരിക്കലും അതുപോലെ ചോര ഒലിപ്പിക്കലും ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും സ്റ്റേജായ സ്റ്റേജുമ്മല് മുഴുവനും ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതിന് പകരം ആലിമീങ്ങളെ സ്റ്റേജ് പോലും അതാ സംഘടന സങ്കുചിതത്വത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്ന, തെറി പറയുന്ന, നിസ്സാരപ്പെടുത്തുന്ന, പരിഹസിക്കുന്ന സ്റ്റേജുകളായി മാറരുത്. മറിച്ച് കിട്ടുന്ന സമയങ്ങൾ മുസ്ലിം ഉമ്മത്തിന് വിജ്ഞാനമാകുന്ന ഭക്ഷണം വിതരണം ചെയ്യണം. ദിക്റാകുന്ന മരുന്നുകൾ ചൊല്ലിക്കാൻ നോക്കണം, സലാത്താകുന്ന മരുന്നുകൾ ഉപയോഗിപ്പിക്കാൻ വേണ്ടി നോക്കണം. അങ്ങനെ ഈ ഉമ്മത്തിനെ സന്മാർഗത്തിൽ നയിച്ച് അവരെ സ്വർഗത്തിലെത്തിക്കേണ്ട ബാധ്യതയാണ് അമ്പിയാക്കൾക്ക് പകരം നിൽക്കുന്ന, അമ്പിയാക്കളുടെ അനന്തരക്കാരായ പണ്ഡിതന്മാർക്കുള്ളത് എന്ന ബോധത്തോടെ പണ്ഡിതന്മാർ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ എത്ര തെറ്റ് ചെയ്തു പോയ മനുഷ്യനെയും നിസ്സാരപ്പെടുത്തുകയോ അവനെ നിന്ദിക്കുകയോ അവനെ നിരാശപ്പെടുത്തുകയോ ചെയ്യരുത്. വലിയ തെറ്റ് ചെയ്തു പോയൊരു മനുഷ്യനാണെങ്കിൽ തന്നെ ആ മനുഷ്യന് അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭ്യമാകുമെന്ന പ്രതീക്ഷയുണ്ടാക്കി നന്മയിലേക്ക് അവനെ ക്ഷണിക്കാനും നന്മയിൽ പിടിച്ച് ജീവിക്കാനുമാണ് അവന് പ്രചോദനം നൽകേണ്ടത്. കണ്ടില്ലേ നിങ്ങൾ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് ഒരു വ്യക്തി വരുന്നു. പള്ളിയിൽ നിന്ന് സുബ്ഹി നിസ്കരിച്ചിരിക്കുകയാണ്. എവിടെ? മദീനത്തെ പള്ളിയിൽ. ഒരാൾ വന്നിട്ട് പറയുന്നു, ഓ ഇമാം ശാഫിഈ തങ്ങളെ, തെറ്റുകൾ ഒരുപാട് ചെയ്തു പോയി, ഞാൻ ഭയപ്പെടുന്നു. തെറ്റ് ചെയ്തു പോയ ഞാൻ എൻ്റെ റബ്ബിനടുക്കൽ എങ്ങനെയാ പോവുകയെന്ന് ഭയപ്പെടുന്നു. എനിക്ക് അതേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദിന്റെ കലിമത്ത് അംഗീകരിച്ച് പ്രഖ്യാപിച്ചതല്ലാതെ എൻ്റെ കയ്യിൽ അമലൊന്നുമില്ല. ശാഫി ഇമാം തങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞു, യാ മുഅ്മിനു, ഓ മുഅ്മിനായ മനുഷ്യ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിച്ചവനല്ലേ? അതെ, അതുകൊണ്ടാ വിളിച്ചത് മുഅ്മിനായ മനുഷ്യ. സുബ്ഹാനല്ലാഹ്. പണ്ഡിതന്മാര് തന്നെ സ്റ്റേജിൽ കയറിയിട്ട് അപ്പുറത്തുള്ള പണ്ഡിതന്മാർ കള്ളനാണെന്ന് പറയുന്നവരില്ലേ? അതുപോലെ എന്തും പറയുന്നവരില്ലേ? അല്ലാഹു നമ്മുടെ സമൂഹത്തെ നന്നാക്കി തരട്ടെ. ഓ മുഅ്മിനീങ്ങളെ, തെറ്റ് ചെയ്തു പോയതിനാൽ എൻ്റെ കയ്യിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാതെ ഒന്നുമില്ലെന്ന് പറഞ്ഞ വ്യക്തിയെ ശാഫി ഇമാം വിളിക്കുന്നു, യാ മുഅ്മിൻ, ഓ മുഅ്മിനായ മനുഷ്യ, ലൗ അറാദല്ലാഹു അസ്സ വജല്ല അൻ യുസീക അലമാ അഹാലക ഫീ മഗ്ഫിറത്തി ദുനൂബി അലൈഹി. അല്ലാഹു ജല്ല ജലാലുഹു
നിനക്ക് നിരാശ വരുന്ന വിധത്തിൽ നിനക്ക് വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന ഒരു കടുംപിടുത്തം അള്ളാഹ്ക്കുണ്ടായിരുന്നുവെങ്കിൽ പടച്ച റബ്ബ് ഒരിക്കലും തന്നെ നിനക്ക് പുറത്തു തരുന്ന കാര്യം അവൻ ഏറ്റെടുത്തു എന്ന് പറയില്ലായിരുന്നു. അല്ല പറഞ്ഞില്ലേ, അല്ലാഹ് പാപം പൊറുക്കുന്നവൻ ആരാണ്? പാപം ചെയ്തു പോയവർക്ക് പൊറുക്കുന്നവൻ അല്ലാഹ് ആരാണ്? നബിയെ വിളിച്ചോ, പറഞ്ഞോ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അതേ നബിയെ പറഞ്ഞു, തെറ്റ് ചെയ്തവരെ വിളിച്ചോ, എൻ്റെ അടിമകളെ നിങ്ങൾ നിരാശരാകല്ലേ. പടച്ചവൻ പാപം പുറത്തു തരുന്നവനാണ്. ചെയ്യുന്ന പാപം നിർത്തി നിങ്ങൾ റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുവീൻ എന്നല്ലേ അല്ല പറഞ്ഞത്. ആ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ശാഫി ഇമാം പറയാണ്, ولو أراد عقوبتك في جهنم وتخليدك في النار لما ألهمك معرفتك به وتوحيدك إياه. കാലാകാലം നിന്നെ നരകത്തിലിട്ട് ശിക്ഷിക്കാൻ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് അള്ളാഹ് തോന്നിപ്പിക്കുകയില്ലായിരുന്നു. അത് നിനക്ക് തോന്നിപ്പിച്ചത് തന്നെ തെളിവാണ്. നിന്നെ അല്ലാഹു തആല കാലാകാലം നരകത്തിലിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നിട്ട് ശാഫി ഇമാം ചൊല്ലി ഒരു പദ്യം, ഇൻകുന്ത തഗ്ദൂ ഫി ദുനൂബി ജലീദാ വതഖാഫു ഫി യൗമിൽ മിആദി വഈദാ. മോനെ, നീ തെറ്റിലായി ധൈര്യത്തോടെ നീ നടന്നുപോയെങ്കിൽ, തെറ്റ് ചെയ്തുകൊണ്ട് നീ നടന്നുപോയെങ്കിൽ, മോനെ അള്ളാഹുവിലേക്ക് മടക്കുന്ന ദിവസം പടച്ച റബ്ബ് നിനക്ക് താക്കീത് ചെയ്ത ശിക്ഷയെ നീ ഭയപ്പെടുന്നുവെങ്കിൽ നിന്നോട് പറയട്ടെ, ഫലഖദ് അതാക മിനൽ മുഹൈമിനി അഫൂഹു വഅബാഹ മിൻ നിഅമിൻ അലൈക മസീദാ. അല്ലാഹുവിങ്കൽ നിന്ന് നിനക്ക് വിട്ടുവീഴ്ച വന്നിട്ടുണ്ട്. അല്ലാഹു തആല നിനക്കൊരുപാട് അനുഗ്രഹങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഞാൻ നന്നാകൂലെന്ന് നീ വിചാരിക്കരുത്. ഉമ്മാന്റെ വയറ്റിൽ നീ രക്തകഷ്ണമായും മാംസകഷ്ണമായും ഒക്കെ ഇരിക്കുമ്പോ നിനക്കവിടെ ഭക്ഷണം തന്നവനല്ലേ അല്ലാഹ്. നീ ആ വൃത്തികെട്ട സ്ഥലത്ത് കിടന്നിട്ട് ഒരു ദിവസം പോലും ഒരു ജലദോഷം പോലും തരാതെ നിന്നെ രക്ഷിച്ചവനല്ലേ അല്ലാഹ്. ആ കുടുങ്ങിയ സ്ഥലത്ത് വെച്ച് നിനക്ക് വളർച്ച തന്നവനല്ലേ അല്ലാഹ്. നീ നിസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടുമല്ലല്ലോ, നീ പ്രാർത്ഥിച്ചിട്ടല്ലല്ലോ, മറിച്ച് നിന്നോട് അവൻ ചെയ്ത അങ്ങേയറ്റത്തെ ദയല്ലോ അത്. ലൗ ശാഅ അൻ തസ്ല ജഹന്നമ ഖാലിദാ മാ കാന അൽഹമ ഖൽബക തൗഹീദാ. നിന്നെ കാലകാലം നരകത്തിൽ കിടത്താൻ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അല്ലാഹ് തോന്നിപ്പിക്കുകയില്ലായിരുന്നു. അതിനാൽ നിന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകൾക്ക് കരഞ്ഞോ മോനെ. റബ്ബിനെ സ്നേഹിച്ച് റബ്ബിലേക്ക് മടങ്ങൂ മോനെ. ഈ അർത്ഥത്തിൽ മഹാനവറുകൾ അങ്ങ് ചൊല്ലിയപ്പോ ആ ചെറുപ്പക്കാരൻ അവിടെ വെച്ച് അള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ടും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും ആ ചെറുപ്പക്കാരൻ പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു. ചെയ്തുപോയ തെറ്റുകൾ മുഴുവനും കൈയൊഴിച്ചു, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചു. സഹോദരന്മാരെ, പണ്ഡിതന്മാരെ ഡ്യൂട്ടി ഇതാ, പണ്ഡിതന്മാരുടെ ഡ്യൂട്ടി ഇതാ. ഞാനിവിടെ ദർസിൽ വന്നു ചേർന്നു. അങ്ങനെ റമദാൻ കഴിഞ്ഞ ഉടനെയല്ല വന്നു ചേർന്നത്, മറ്റൊരു സമയത്താണ് വന്നു ചേർന്ന്. അവസാനം റമദാനില ദർസ് നിർത്തുകയാണ്. നിർത്തുമ്പോൾ ഉസ്താദിന്റെ സമീപത്ത് ചെന്നപ്പോൾ ഒരു ചെറിയ സമയം എന്നെ ഉസ്താദ് ഉപദേശിച്ചു.
ആ ഉപദേശം കേട്ടപ്പോൾ ഞാൻ വിളിച്ചു കരഞ്ഞുപോയി. മഹാന്മാരായ സഹാബത്ത് ജീവിക്കുന്ന കാലത്ത് ത്യജിച്ച ത്യാഗങ്ങളെ സംബന്ധിച്ചാണ് ഉസ്താദ് അവർ സൂചിപ്പിച്ചിരുന്നത്. സുഹൃത്തുക്കളെ, നടന്നു പോകുമ്പോൾ, മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ നടന്ന് കാലുകളുടെ തോലുകൾ നഷ്ടപ്പെട്ടപ്പോ തുണിയെടുത്ത് കാലിന് ചുറ്റിയിട്ട് വീണ്ടും ദീനീ പ്രവർത്തനത്തിന് വേണ്ടി നടന്ന സഹാബികളുണ്ട്. യുദ്ധമെന്ന് പറഞ്ഞ യുദ്ധത്തിന് പേര് വന്നത് തന്നെ അതുകൊണ്ടാണ്. ചില സഹാബത്ത് ഭക്ഷണം കിട്ടാതെ ഒരു കാരക്ക കിട്ടിയപ്പോ അതൊന്നൽപ്പം ചവച്ച് നീരിറക്കിയിട്ട് അതേ കാരക്ക മറ്റൊരാളെ തൊള്ളയിലിട്ട് കൊടുത്ത് അദ്ദേഹം അല്പം ചവച്ച് നീരിറക്കിയിട്ട് മറ്റൊരാളെ തൊള്ളയിലേക്ക് അതേ കാരക്ക കൊടുത്തുകൊണ്ട് പട്ടിണി കിടന്ന് വിഷമിച്ച് പ്രവർത്തിച്ച സഹാബത്തുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് പള്ളിയുടെ മേലെയുള്ള പത്തായത്തിന്റെ മേലെ നിന്ന് ഉസ്താദ് എന്നെ ഓർമ്മിപ്പിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതോടെ ഞാൻ ആ ഉസ്താദിന്റെ മുന്നിൽ വെച്ച് എൻ്റെ കണ്ണ് നനഞ്ഞുപോയി. ത്യാഗത്തിന് സന്നദ്ധമാകണം പണ്ഡിതന്മാർ, ത്യാഗത്തിന് സന്നദ്ധനാകണം മുതഅല്ലിമീങ്ങൾ. ഒരിക്കലും തന്നെ പണ്ഡിതന്മാരെ ഡ്യൂട്ടി അതേ മുസ്ലിമീങ്ങളെ മുഴുവനും പരസ്പരം കുറ്റം പറയുന്നവരും പരസ്പരം ചീത്ത പറയുന്നവരുമാക്കലല്ല. മറിച്ച് ശാഫി ഇമാമിന്റെ നയം കണ്ടില്ലേ നിങ്ങൾ? ശാഫി ഇമാം തന്നെ അത് പദ്യമായി ചൊല്ലി, ഖാലു സകത്ത വഖദ് ഖുസിംത ഖുൽതു ലഹും ഇന്നൽ ജവാബ ലിബാബിശ്ശർരി മിഫ്താഹു. എന്നോട് പലരും ചോദിക്കുന്നു, എന്താണ് അവരെ ചോദ്യം? അവരെന്നോട് ചോദിക്കുന്നു, എന്തേ നിങ്ങളൊന്നും മിണ്ടാത്തത്? വഖദ് ഖൂസിംത, നിങ്ങൾക്കെതിരെ വലിയ വിമർശന പ്രസംഗങ്ങൾ നടന്നല്ലോ, നിങ്ങളെപ്പറ്റി പലതും പറഞ്ഞ് പലരും പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങളെന്തേ മറുപടി പറയാതെ മിണ്ടാത്തത്? ഖുൽതു ലഹും, ഞാൻ അവരോട് പറഞ്ഞു, ഇന്നൽ ജവാബ ലിബാബിശ്ശർരി മിഫ്താഹു, കാണുന്നതിനൊക്കെ മറുപടി പറയുക എന്നത് അത് നാശത്തിന്റെ ഗേറ്റിന്റെ താക്കോലാണ്. മുസ്ലിം സമുദായത്തിൽ നാശമുണ്ടാക്കാനുള്ള ഗേറ്റ് തുറക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് തർക്കങ്ങളുമായി രംഗത്ത് വരുന്നത്. അവർക്കുദ്ദേശം ഈ സമുദായത്തിന്റെ ഭദ്രത നഷ്ടപ്പെടുത്തലാണ്, ഈ സമുദായം തമ്മിലടിക്കലാണ്. എന്നിട്ട് ഒരു പക്ഷത്തിന്റെ നേതൃസ്ഥാനത്തിരുന്നാൽ അതിന്റെ പേരിൽ കാര്യലാഭമാണ്, സ്ഥാനമാനമാണ്. അതുകൊണ്ട് തന്നെ കാണുന്നതിനൊക്കെ മറുപടി പറയുന്ന സ്വഭാവത്തിന് ഞാനില്ല. അത് നാശത്തിന്റെ വാതിലിന്റെ താക്കോലാണ് മോനെ. വസുംതു അൻ ജാഹിലിൻ ഔ അഹ്മഖിൻ ശറഫു വഫീഹി അയ്ളൻ ലിസൗനിൽ ഇസ്ലാഹു. ശാഫി ഇമാം വീണ്ടും പറയുകയാണ്, വസുംതു അൻ ജാഹിലിൻ ഔ അഹ്മഖിൻ ശറഫു. ലോകത്ത് രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് ജാഹിലീങ്ങളാണ്, അവർ വിവരം ഇല്ലാത്തവരാണ്. ആ വിവരമില്ലാത്തവന് വിവരമില്ലെന്ന ധാരണയുണ്ടെങ്കിൽ വിവരമുള്ളവൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കും, അവർ പരാജയപ്പെടൂല. വിവരമില്ലാത്തവന് കിബിറില്ലെങ്കിൽ വിവരമുള്ളവൻ പറയുന്നത് സ്വീകരിച്ച് ജീവിക്കും, അവൻ പരാജയപ്പെടൂല. അതേസമയത്ത് ശരിയായൊരു ജാഹിലുണ്ട്. ആ ജാഹിലിന്റെ സ്വഭാവം എന്താണ്? വിവരമില്ലെന്ന വിവരവും ഇല്ല, എനിക്ക് വിവരമില്ല എന്ന വിവരവും അവനില്ല. അത്തരത്തിലുള്ള ആളുകൾ വലിയ വലിയ വിഷയങ്ങളാണ് അവർ കൈകാര്യം ചെയ്യുക, വലിയ വലിയ ആളുകളെയാണ് അവർ കുറ്റം പറയുക, വലിയ വലിയ ആളുകളെയാണ് അവർ നിസ്സാരപ്പെടുത്തുക. അത് വിവരമില്ല എന്ന വിവരവുമില്ലാത്ത ജാഹിലാണ്. അത്തരം ജാഹിലുകൾക്ക് മറുപടി പറയാതെ മിണ്ടാതിരിക്കൽ. മറ്റൊരു വിഭാഗമുണ്ട്, ശാഫി ഇമാം തങ്ങൾ പറയാണ്, അതെന്താണ് ജാഹില് എന്ന് പറഞ്ഞുകൂടാ. വിവരം കുറെ ഉണ്ട്, വിവരം പഠിച്ചിട്ടുണ്ട്, അതേ വിവരമുണ്ട്, പക്ഷേ അഹ്മഖാണ്, വിഡ്ഢിയാണ്. വിവരമുണ്ട് പക്ഷേ വിഡ്ഢിയാണ്. എന്താ വിഡ്ഢിത്വം? വിഡ്ഢിത്വം, ഏറ്റവും വലിയ വിഡ്ഢിത്വം അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച് അറിവില്ല, അള്ളാഹിന്റെ ഖദറിനെ കുറിച്ച് അറിവില്ല. ഏതൊരു മനുഷ്യനും അറിയേണ്ട വിഷയമല്ലേ
ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിക്കേണ്ടതല്ലേ? അള്ളാഹു നിശ്ചയിച്ചതൊന്നും തന്നെ തടുക്കാൻ ആർക്കും സാധ്യമല്ല. അള്ളാഹ് നിശ്ചയിക്കാത്തത് വാങ്ങിത്തരാൻ ആർക്കും സാധ്യമല്ല. എനിക്ക് ബഹുമാനം വേണമെന്ന് ഞാൻ കരുതിയ ബഹുമാനം കിട്ടിക്കൊള്ളണമെന്നില്ല. എനിക്ക് ബഹുമാനം വേണ്ട എന്ന് ഞാൻ കരുതിയാൽ ബഹുമാനം കിട്ടുന്നതിന് തടസ്സവുമില്ല. കാരണം ഏത് വിഷയവും കൊടുക്കുന്നവൻ അള്ളയല്ലേ. അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കാതെ അതാ എന്റെ പ്രവർത്തനം കൊണ്ട്, എന്റെ ഹിക്മത്ത് കൊണ്ട്, എന്റെ നയം കൊണ്ട്, എന്റെ പാണ്ഡിത്യം കൊണ്ട് ഇങ്ങനെ ഞാനിതാ ഉന്നത സ്ഥാനത്തെത്തുമെന്ന് ചിന്തിക്കുന്ന അത്തരത്തിലുള്ള ആളുകളാണ് ഹറാമും ഹലാലും നോക്കാതെ ലോകത്ത് സംസാരിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും. അവരഹ്മഖാണ്, ജാഹിലല്ല, പക്ഷേ വിഡ്ഢിയാണ്. വിവരമുണ്ട്, പക്ഷേ വിഡ്ഢിയാണ്. അത്തരം വിഡ്ഢികൾക്ക് മറുപടി പറയാതിരിക്കലും, വിവരമില്ലെന്ന വിവരം പോലുമില്ലാത്ത ജാഹിലീങ്ങൾക്ക് മറുപടി പറയാതിരിക്കലും അത് വലിയ ബഹുമാനമാണ് മോനെ. മിണ്ടാതിരിക്കൽ ബഹുമാനമാണ് മോനെ. വഫീഹി അയ്ളൻ ലിസൗനിൽ ഇർളി ഇസ്ലാഹു. അങ്ങനെ മിണ്ടാതിരുന്നാലുള്ള കാര്യം നിനക്കറിയോ മോനെ? ആ വിമർശിച്ച് പറയുന്നവന്റെ അഭിമാനം രക്ഷിക്കാനും, നമ്മുടെ സമുദായത്തിന്റെ അഭിമാനം രക്ഷിക്കാനും, മറുപടി പറയുന്നവന്റെ അഭിമാനം സംരക്ഷിക്കാനും, എല്ലാവരുടെയും അഭിമാനം രക്ഷിക്കാൻ മിണ്ടാതിരിക്കലാണ് നല്ലത് മോനെ. കാരണം വിമർശനവുമായി നടക്കുന്ന പണ്ഡിതന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകിയാൽ പുറത്തു നിൽക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ അവരതാ സന്തോഷിച്ച് കയ്യടിക്കുന്നു, അവരതാ പൊട്ടിച്ചിരിക്കുന്നു, അവരതാ പറയുന്ന കണ്ടോ പണ്ഡിതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്സാരപ്പെടുത്തുന്നു, മുസ്ലിം പണ്ഡിതന്മാർ അത് കടിച്ചു കീറുന്നു എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ പറഞ്ഞു ചിരിക്കൂലേ, പരിഹസിക്കൂലേ? അത് ഈ സമുദായത്തിന് നാണക്കേടല്ലേ? ഈ സമുദായത്തിന്റെ അഭിമാനം തകർക്കലല്ലേ? അതുകൊണ്ട് മോനെ, അത്തരത്തിലുള്ള വില കുറഞ്ഞ വിമർശനങ്ങൾ നടത്തുമ്പോ ആ വില കുറഞ്ഞ വിമർശനത്തിന് മറുപടി പറയാൻ ഞാനില്ല മോനെ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പണ്ഡിതന്മാർക്ക് പഠിപ്പിക്കുകയാണ്, ഖിയാമത്ത് നാൾ വരെ പടച്ച റബ്ബിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പണ്ഡിതന്മാർക്ക് പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയരും, പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ കുറ്റം പറയൽ ഉയരും. അതുപോലെ പണ്ഡിതന്മാര് തന്നെ മുസ്ലിമീങ്ങൾ യോജിക്കുമ്പോൾ യോജിക്കാതിരിക്കാൻ എന്ത് വഴിയെന്ന് ചിന്തിക്കുന്ന ചുറ്റുപാടുണ്ടാകും. അത് ശാഫിഈ ഇമാം തങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് സ്വന്തം ജീവിതത്തിലെ അനുഭവം വെച്ച് പറയുകയാണ്. കാരണം ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന് അസൂയക്കാരായി ഉണ്ടായിരുന്നത് സാധാരണക്കാരല്ല, അക്കാലത്തുള്ള ചില പണ്ഡിതന്മാരായിരുന്നു. അതിന്റെ കാരണം എന്തായിരുന്നു? കാരണം ശാഫിഈ ഇമാം തങ്ങളെ ക്ലാസ്സിന് എത്രയെത്ര ആയിരങ്ങളാണ് പങ്കെടുക്കുന്നത്. ശാഫിഈ ഇമാമിന്റെ ദർസിൽ എത്ര മുതഅല്ലിമീങ്ങളാണ് വന്നു ചേരുന്നത്. ശാഫിഈ ഇമാമിന് എത്ര ആയിരക്കണക്കിന് മുതഅല്ലിമീങ്ങളാണ് വളരുന്നത്. അത് കണ്ടപ്പോൾ അതുപോലെ അംഗീകാരം ലഭിക്കാത്തതിന്റെ പേരിലുള്ള അസൂയ കൊണ്ട് ചില പണ്ഡിതന്മാര് ശാഫിഈ ഇമാമിന്റെ പേരിൽ 100 ആരോപണങ്ങൾ ഉന്നയിച്ചു. ശാഫിഈ ഇമാമിനെ സംബന്ധിച്ച് ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു. ചില കക്ഷികൾക്ക് അതുകൊണ്ടൊന്നും മതിയാകാഞ്ഞിട്ട് ശാഫിഈ ഇമാം തങ്ങൾ വഫാത്താകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ശാഫിഈ ഇമാം തങ്ങൾ പറഞ്ഞു, തമന്നാ റിജാലുൻ അൻ അമൂത വഇൻ അമുത് ഫതിൽക സബീലുൽ ലസ്തു ഫീഹാ ബിഔഹദി. ചില ആളുകൾ ഞാൻ മരിക്കണമെന്ന് ആശിക്കുന്നു, പക്ഷേ അവരെന്തേ ചിന്തിക്കാത്ത ഞാൻ മരിച്ചാലും അവർക്കും ആ വഴിയിൽ തന്നെയല്ലേ വരേണ്ടത്? ഞാൻ ഒറ്റക്കാണോ മരിക്കുക? ഞാൻ പോകുന്ന വഴിക്ക് അവരും വരേണ്ടി വരില്ലേ? എന്റെ മുമ്പ് മരിച്ചുപോയവര് കാരണത്താൽ ഞാൻ ഇവിടെ എന്നും നിലനിൽക്കുന്നില്ല. ഞാൻ അതാ അതുപോലെ തന്നെ എന്റെ ശേഷം ജീവിക്കുന്ന ആളുകൾ ഞാനങ്ങ് മരിച്ചത് കൊണ്ടോ ജീവിച്ചത് കൊണ്ടോ മറ്റൊരാൾ മരിച്ചത് കൊണ്ടോ എനിക്ക് കാലകാലം ഇവിടെ ജീവിക്കാനും കഴിയില്ല.
അതേ, ഞാൻ മരിക്കണമെന്ന് ആശിക്കുന്ന ജനങ്ങളുണ്ടെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് ജനങ്ങൾക്ക് ഗ്രഹിക്കേണ്ട വിധത്തിൽ പറഞ്ഞു കൊടുക്കണം. അവിടെ ഒരല്പവും പിന്നോട്ട് പോകാൻ പാടില്ല. കാര്യം തിരിഞ്ഞതിന്റെ ശേഷം, കാര്യം മനസ്സിലായതിന്റെ ശേഷം പിന്നെയും വിമർശനം 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 എന്ന നിലക്കൊരു കൂട്ടര് പോകുന്നുവെങ്കിൽ അതിന് മറുപടി പറയുന്നത് നാശത്തിന്റെ വാതിൽ തുറക്കലാണ്. അതിന് ഞാനില്ല മോനെ. മോനെ, രണ്ട് ജീവികളെ നീ നോക്കൂ, രണ്ട് ജീവികളെ നീ നോക്കൂ. ഒന്ന് സിംഹങ്ങളാണ്, മറ്റൊന്ന് അതേ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട ജീവികളാണ്. ആ രണ്ട് ജീവികൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട ജീവിയുടെ സ്വഭാവം എന്താണ്? ആരെങ്കിലും കാണുമ്പോൾ കൊരക്കലാണ്. ആ കൊരക്കല് നിർത്തുന്നില്ല. സുബ്ഹാനല്ലാഹ്, കൊരക്കല് 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 നിർത്തുന്നില്ല. ചെനച്ചിട്ടും നിർത്തുന്നില്ല, ആളെ പേര് പറഞ്ഞിട്ടും നിർത്തുന്നില്ല. എന്തായാലും കൊരക്കല് നിർത്തൂല എന്നാണ് ആ ജീവിയുടെ തീരുമാനം. അതേ സമയത്ത് അതിന്റെ അപ്പുറത്ത് വേറൊരു ജീവിയുണ്ട്. ആ ജീവി എന്താണ്? ആ ജീവിയെ ഭയപ്പെടാത്ത ആരുമില്ല. ആ ജീവിയാണ് സിംഹം. പക്ഷേ മൂപ്പര് മിണ്ടുന്നില്ല. ഗർജിക്കേണ്ട സമയത്ത് ഒരു ഗർജനം, പിന്നെ മൂപ്പര് മിണ്ടുന്നില്ല. ഒരേ ഇരുത്തമാണ്. ഞാൻ ആ സിംഹത്തിന്റെ നയം സ്വീകരിക്കണോ, അതല്ല ഞാൻ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകുന്ന ജീവിയുടെ നയം സ്വീകരിക്കണോ? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അപ്പൊ ബുദ്ധിയുള്ള പണ്ഡിതന്മാർ അവരൊരു സ്ഥലത്തും ദീനിന്റെ കാര്യം പറയുന്ന സ്ഥലത്ത് ലുബ്ധത കാണിക്കൂല. അവർ ഹഖ് ഹഖായി തുറന്നു പറയും. അതേ സമയത്ത് മുസ്ലിം ഉമ്മത്തിനെ യോജിപ്പിക്കാൻ വേണ്ടി എത്രത്തോളം ശ്രമിക്കാൻ കഴിയുമോ അവരത്രത്തോളം താഴ്ന്ന് ശ്രമിക്കും. ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി വല്ലവരും സംസാരിക്കുമ്പോ ഭിന്നിപ്പിന് മൂർച്ഛം കൂട്ടാൻ, ഭിന്നിപ്പിന് ആഴം കൂട്ടാൻ, ഭിന്നിപ്പ് വർദ്ധിപ്പിക്കാൻ, നാശത്തിന്റെ വാതിൽ തുറക്കാൻ ഉഖ്റവിയായ ആലിമീങ്ങൾ തയ്യാറാകൂല. അതാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പണ്ഡിതോചിതമായ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. ലോകത്തുള്ള മുഴുവൻ മഹാന്മാരെ ജീവിതവും പഠിപ്പിക്കുന്നത്. ആ ജീവിതം പകർത്തിയ മഹാന്മാരാണ് സൂഫിയാക്കൾ, ആരിഫീങ്ങൾ. മഹാനായ ഉസ്താദ് അവറുകൾ വെറും ഒരു ഫഖീഹായിരുന്നില്ല, മറിച്ച് അവിടുന്ന് സൂഫിയായ ഫഖീഹായിരുന്നു. കർമ്മശാസ്ത്രമുണ്ട്, അതോടുകൂടി തന്നെ ആത്മീയ ശക്തിയുണ്ട്. ശാഫി ഇമാം തങ്ങൾ പറഞ്ഞില്ലേ, ഫഖീഹൻ വസൂഫിയൻ ഫകുൽ ലൈസ വാഹിദ ഫൈനി വഹഖില്ലാഹി ഇയ്യാക അൻസഹു. മോനെ, നീ വെറും കർമ്മശാസ്ത്രം മസ്അല ചോദിച്ചാ പറയുന്ന മൊയ്ലിയാരായാ പോരാ. മസ്അല ചോദിച്ചാൽ നമ്മളെ വക്കീലും ചിലപ്പം പറഞ്ഞു തരും. നിങ്ങൾ അനന്തരത്തിന്റെ മസ്അല, സ്വത്തവകാശത്തിന്റെ മസ്അല നാരായണം വക്കീലിനോട് ചോദിച്ചാൽ അയാൾ ശരിക്ക് ചിലപ്പോ ഇങ്ങ് പറഞ്ഞു തരും. വഖഫിന്റെ മസ്അല വഖഫ് കോടതിയിൽ ഹാജരാകുന്ന വക്കീലന്മാര് ചിലപ്പോ പറഞ്ഞു തരും. അതുകൊണ്ട് അതുപോലെ വെറും നിയമം പഠിച്ചത് കൊണ്ട് മാത്രം നീ നന്നാകുന്നില്ല. വസൂഫിയ, നീ അതോടുകൂടെ മനസ്സ് ക്ലിയറായവനാകണം. ആരോടും അസൂയയില്ലാതെ, വൈരാഗ്യമില്ലാതെ, വിദ്വേഷമില്ലാതെ, എപ്പോഴും നന്മ മാത്രം ഉദ്ദേശിച്ച് ജീവിക്കുന്നവനാകണം നീ. വെറും ഒറിജിനൽ, വെറും ഫഖീഹ്, കർമ്മശാസ്ത്രം അറിയുന്നവൻ മനസ്സിന് തീരെ ശുദ്ധിയില്ല, അങ്ങനത്തവനാകരുത്. അതുപോലെ തന്നെ നീ മനസ്സിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു വിവരവും ഇല്ല, അങ്ങനത്തവനും ആകരുത്. അല്ലാഹു തആല തന്ന ബാധ്യത വെച്ച് അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ് മോനെ. فذلك قاس لم يذق قلبه تقى وهذا جهول كيف ذو الجهل يصلح.
ആത്മശുദ്ധിയില്ലാത്ത പണ്ഡിതൻ, അദ്ദേഹം അതാ നിയമങ്ങൾ ഇങ്ങനെ നിമിത്തം നോക്കി പറയുന്നവനാണ്. അദ്ദേഹം തഖ്വ അദ്ദേഹത്തിന്റെ മനസ്സു രുചിച്ചിട്ടില്ല. വഹാദാ ജഹൂലുൻ കൈഫ ദുൽ ജഹീലി യസ്ലുഹു. ദിക്ർ ചൊല്ലുന്നുണ്ട്, ഹൽഖ നടത്തുന്നുണ്ട്, ദിക്ർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആലിമീങ്ങളെ കുറ്റവും പറയുന്നുണ്ട്. അവനതാ ജാഹിലീങ്ങളെ ലിസ്റ്റിലാണ് മോനെ, നന്നാകൂല മോനെ. മനസ്സ് ക്ലിയറായ നിലക്ക് സൽക്കർമ്മവുമായി മുന്നോട്ട് നീങ്ങുന്നവനാകണം. ശാഫി ഇമാം തങ്ങൾ ഉപദേശിക്കുന്നു, ഉപദേശിക്കാൻ നമ്മൾ അർഹരല്ല. അർഹരാണ് ഇമാം ശാഫി റഹിമഹുല്ലാഹ്, അർഹരാണ് ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ്, അർഹരാണ് ഇമാം നവവി റഹിമഹുല്ലാഹ്. അത്തരം മഹാന്മാർ ഉപദേശിച്ച ഉപദേശങ്ങളാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ആലിമീങ്ങൾക്ക് പവറുണ്ട്, ആലിമീങ്ങളെ പവർ ചെറുതല്ല. സ്വർഗത്തിൽ കടക്കുന്ന സമയത്ത് പോലും, സ്വർഗത്തിൽ കടന്നാൽ പോലും അല്ലാഹു തആല മുഅ്മിനീങ്ങളോട് ഇനി നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് മുഅ്മിനീങ്ങളെ മറുപടി, അല്ലാഹ് ഞങ്ങളിപ്പോ മറുപടി പറയൂല. ഞങ്ങൾ മറുപടി പറയണമെങ്കിൽ ഞങ്ങൾക്ക് ചിലരോട് ചോദിക്കാനുണ്ട്. ആരോടാണ് ചോദിക്കാനുള്ളത്? ഞങ്ങൾ നരകത്തിന്റെ വഴിയിലേക്ക് നീങ്ങുമ്പോൾ ഞങ്ങളെ സ്വർഗത്തിന്റെ വഴിയിലേക്ക് ക്ഷണിച്ച ആലിമീങ്ങളുണ്ട്, ഞങ്ങൾക്ക് നല്ലത് പറഞ്ഞു തന്നവരുണ്ട്. അവരുടെ വാക്കുകളാണ് ഞങ്ങളെ സ്വർഗത്തിലേക്ക് നയിച്ചത്, അവരെ ഉപദേശമാണ് ഞങ്ങളെ സ്വർഗത്തിലേക്ക് നയിച്ചത്, അവരെ നേതൃത്വമാണ് ഞങ്ങളെ സ്വർഗത്തിലേക്ക് നയിച്ചത്. ആ സ്വർഗത്തിലേക്ക് നയിച്ച ഞങ്ങളെ ആലിമീങ്ങൾ, അവരോട് ഞങ്ങൾ ചോദിക്കട്ടെ. ഞങ്ങളെ യജമാനന്റെ ചോദ്യം എന്ത് വേണമെന്താണ്, ഞങ്ങൾ മറുപടി എന്ത് പറയണമെന്ന് അവര് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഇങ്ങനെ ഒരു സന്ദർഭം സ്വർഗത്തിൽ പോലും ഉണ്ടാകുമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ആഖിറം ഭയപ്പെടുന്ന, അതേ ദീനിന്റെ നന്മ ഉദ്ദേശിക്കുന്ന, മുസ്ലിം ഉമ്മത്തിന്റെ യോജിപ്പ് ഉദ്ദേശിക്കുന്ന ഉഖ്റവിയായ ആലിമീങ്ങളെ പിന്തുടർന്ന് ജീവിക്കണമെന്നും അനാവശ്യമായ ചർച്ചകളിൽ കടന്ന് നമ്മുടെ നാവ് ചീത്തയാക്കരുത്, കാത് ചീത്തയാക്കരുത്, കണ്ണ് ചീത്തയാക്കരുത്. ഗീബത്ത് പറയൽ ഹറാമാണ്, അത് കേൾക്കൽ ഹറാമാണ്, അതിനെ കേൾക്കുന്ന സദസ്സിൽ പോയി ഇരിക്കൽ ഹറാമാണ്. ഗീബത്ത് പറയുന്നത് എത്ര വലിയ ബിരുദമുള്ള പണ്ഡിതനാണെങ്കിലും ശരി, ഗീബത്ത് പറയുന്നത് ഏത് സയ്യിദാണെങ്കിലും ശരി, ഗീബത്ത് പറയുന്നത് എത്ര വലിയ നേതാവാണെങ്കിലും ശരി, ഗീബത്ത് പറയൽ ഹറാം, കേൾക്കൽ ഹറാം, അതിന്റെ സദസ്സിലിരിക്കൽ ഹറാം, ഒരാളെ പറ്റി തെറ്റിദ്ധരിക്കൽ ഹറാം. ഹറാമിലൂടെ മുസ്ലിം ഉമ്മത്ത് ചലിക്കരുത്. ഇതുപോലെ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ഭർത്താക്കന്മാര് ഭാര്യമാരുമായി പിണങ്ങി മിണ്ടാതിരുന്നു കൊണ്ട് ജീവിക്കരുത്. ഭാര്യമാര് ഭർത്താക്കന്മാരോട് പിണങ്ങി മിണ്ടാതിരിക്കരുത്. ബാപ്പയും മക്കളും തമ്മിൽ മിണ്ടാതിരിക്കരുത്. അയൽവാസികൾ തമ്മിൽ മിണ്ടാതിരിക്കരുത്. അങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യനോട് മിണ്ടാത്ത നിലയ്ക്ക് പിണങ്ങി ജീവിച്ചാൽ, സുഹൃത്തുക്കളെ, പിണങ്ങി ജീവിച്ചാൽ, 3 ദിവസത്തിലധികം പിണങ്ങി ജീവിച്ചാൽ, എന്നിട്ട് മരിച്ചാൽ പിണങ്ങിയവൻ നരകത്തിൽ കടക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അവന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കില്ലെന്നാണ് പഠിപ്പിക്കുന്നത്. ഈ പ്രസംഗിക്കുന്ന ഞാൻ ഒരു സംഘടനാ പ്രവർത്തകനായതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നതല്ലാത്ത മറ്റൊരു സംഘടനയിലുള്ള ഒരു പണ്ഡിതനോട് ഞാൻ മിണ്ടാതിരുന്നാൽ, ഞാൻ അദ്ദേഹം കയറി വരുമ്പോൾ അവിടെ ഇരിക്കാതിരുന്നാൽ, ഞാൻ ഇറങ്ങിപ്പോയാൽ, അല്ലെങ്കിൽ അതാ അദ്ദേഹമുള്ള സദസ്സിൽ മറ്റൊരാൾ പോകരുതെന്ന് പറഞ്ഞാൽ, മറ്റൊരാൾ അദ്ദേഹവുമായി മിണ്ടരുതെന്ന് പറഞ്ഞാൽ, വേറെ ഒരാൾ അദ്ദേഹവുമായി സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ, നരകത്തിലേക്ക് പോകണമെന്ന ഉപദേശമാണ് ചെയ്യുന്നത്, സ്വർഗത്തിലേക്ക് പോകണമെന്ന ഉപദേശമല്ല. മുഅ്മിനീങ്ങൾ തമ്മിൽ പിണങ്ങി
ജീവിക്കണമെന്ന് ലോകത്തൊരു ഖുർആനിലും പറഞ്ഞിട്ടില്ല, ഒരു ഹദീസിലും പറഞ്ഞിട്ടില്ല. യോജിച്ച് ജീവിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. യോജിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് പടച്ച റബ്ബിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ടെന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, അവരുടെ സംസാരത്തിൽ പലതിലും ഖൈറില്ല നബിയേ. ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ, ധർമ്മം ചെയ്യാൻ പറയുന്ന സംസാരം നല്ല സംസാരമാണ്. ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ, നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്ന സംസാരം നല്ല സംസാരമാണ്. ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ മസ്ലഹത്തിന് വേണ്ടി, ജനങ്ങൾക്കിടയിൽ സന്ധി ഉണ്ടാകാൻ വേണ്ടി, ജനങ്ങൾക്കിടയിൽ നന്മ ഉണ്ടാകാൻ വേണ്ടി, ജനങ്ങൾക്കിടയിൽ കടിച്ചു കീറാതിരിക്കാൻ വേണ്ടി, ജനങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതിരിക്കാൻ വേണ്ടി, ജനങ്ങൾക്കിടയിൽ മസ്ലഹത്തിന് വേണ്ടി സംസാരിക്കുന്നവന്റെ സംസാരം നല്ല സംസാരമാണ്. ഖുർആൻ അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. അതാര് സംസാരിച്ചാലും എല്ലാവരും യോജിക്കണമെന്ന് പറയുന്ന സംസാരം അത് നല്ല സംസാരമാണ്. അതേ സമയത്ത് അങ്ങനെ യോജിച്ചു കൂടാ എന്ന് പറയുന്ന സംസാരം അത് ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്, നരകത്തിലേക്കുള്ള വഴിയാണ്. ഓ ഖുർആൻ വീണ്ടും പറയുന്നു, വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാ മർദാത്തില്ലാഹി, അല്ലാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ആര് പരസ്പരം യോജിപ്പിന് വേണ്ടി സംസാരിക്കുന്നുണ്ടോ, ആര് യോജിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ, ഫസൗഫ നുതീഹി അജ്റൻ അളീമാ, യോജിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും അല്ലാഹ് മഹത്തായ പ്രതിഫലം കൊടുക്കും നബിയേ. യോജിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന സ്വഭാവം അത് ഖുർആനിന് വിരുദ്ധമാണ് കേട്ടോ, ഹദീസിന് വിരുദ്ധമാണ് കേട്ടോ, അത് നരകത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ എപ്പോഴും പരസ്പരം യോജിപ്പോടെ ജീവിക്കണം. മറ്റ് മതക്കാരോടും യോജിപ്പോടെ സൗഹാർദ്ദത്തോടെ ജീവിക്കണം. നമ്മുടെ ഇന്ത്യ രാജ്യം സ്വതന്ത്ര രാജ്യമാണ്. ഏത് മതക്കാരനും സ്വതന്ത്രമായി അവന്റെ ആശയം പറയാൻ, അവന്റെ സ്ഥാപനം നിർമ്മിക്കാൻ, അവന്റെ സംഘടനാ പ്രവർത്തനം നടത്താൻ പരിപൂർണ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം. ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമില്ലെന്ന് ആരും പറഞ്ഞേക്കരുത്. ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമില്ലെന്ന് പറഞ്ഞ് ആരും ഇവിടെ ഭീകരവാദികളെ സൃഷ്ടിച്ചേക്കരുത്. ഈ രാജ്യം പോലെ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യം വേറെ ലോകത്തുണ്ടോ എന്ന് സംശയമാണ്. അത്രയും നല്ല ഈ രാജ്യം, ഈ രാജ്യത്ത് സ്വതന്ത്രമായി ഹഖായി പറയാൻ നമുക്കെന്നും അവകാശമുണ്ട്. ആർക്കും ഇവിടെ അവകാശമുണ്ട്. ആരും അത് പരസ്പരം ഹനിക്കേണ്ടതില്ല. ഒരു മതക്കാരനും തമ്മിൽ വർഗീയത ആവശ്യമില്ല. ഒരാളും തമ്മിൽ ഭീകരതയും തീവ്രവാദവും ഇവിടെ പ്രചരിപ്പിക്കേണ്ടതില്ല. ഇവിടെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ മുഴുവൻ ജനങ്ങളും എങ്ങനെ ജീവിക്കണമെന്നാണ് ചിന്തിക്കേണ്ടത്. അധികാരത്തിന്റെ സ്ഥാനങ്ങളിൽ കയറിപ്പറ്റാൻ വേണ്ടി മതങ്ങൾക്കിടയിൽ തമ്മിലടിപ്പിക്കുന്നവരും സ്ഥാനമാനം നഷ്ടപ്പെട്ടു പോകുന്നത് ഭയപ്പെട്ടിട്ട് മുസ്ലിമീങ്ങളെ തമ്മിലടിപ്പിക്കുന്നവരും പടച്ചവന്റെ കോടതി ഓർമ്മിച്ച് ജീവിക്കണമെന്ന് മാത്രം ഈ സമയത്തുണർത്തി എപ്പോഴും നമ്മുടെ നാവിലും നമ്മുടെ മനസ്സിലും യോജിപ്പിന്റെ സംസാരമാണ് ഉണ്ടാകേണ്ടതെന്ന് മുസ്ലിം ഉമ്മത്തിയോട് പ്രത്യേകം ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ വാഗ്ദത്തം അവൻ ലംഘിക്കൂല. ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما. യോജിപ്പിന് വേണ്ടി സംസാരിക്കുന്നവർ അല്ലാഹു അവർക്ക് മഹത്തായ പ്രതിഫലം നൽകും. അത് അല്ലാഹുവിന്റെ വാഗ്ദത്തമാണ്. അല്ലാഹു ജല്ല ജലാലുഹു സാധുക്കളായ നമുക്ക് മരണം വരെ ഉമ്മത്തിന്റെ യോജിപ്പിന് വേണ്ടി സംസാരിക്കാനും പ്രവർത്തിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഭർത്താക്കന്മാര് ഭാര്യമാരുമായി